والصلاة والسلام على من أرسل بالقرآن الحكيم على سيدنا محمد النبي الكريم وعلى آله وصحبه هداة الدين القويم والتابعين لهم بإحسان إلى يوم النعيم المقيم وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا حبيب الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله مولانا العليم وقال نبينا محمد صلى الله عليه وسلم من تقرب إلي بطاعتي تقربت إليه برحمتي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم فاعلموا أمة سيدنا ومولانا محمد സമാദരണീയരായ ഈ വേദിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ധന്യമാക്കി തന്ന കൊതുപറമ്പ് ജമാ മസ്ജിദ് ഖതീബും പ്രിയ സ്നേഹിതനുമായ സജാദ് ബാഖവി അവറുകളെ, വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാരേക്കാട് ജമാ മസ്ജിദ് ഖതീബും അഭിനന്ദനായ നസീർ ദാരിമി, അസിസ്റ്റന്റ് ഇമാം മുസ്തഫ സഖാഫി, എസ് മാള മേഖലയുടെ കരുത്തനായ സാരഥി ഹൈദർ മാരേക്കാട്, മറ്റു സദസ്സിലൊത്തുകൂടിയ നല്ലവരായ രക്ഷിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, എന്റെ ശബ്ദം സ്മരിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന സത്യപ്രസ്ഥാനമായ SYS-ന്റെയും SKSS-ന്റെയും സ്നേഹസുന്ദര സമത്വ സൗഹാർദ്ദത്തിൽ പാലിച്ചെടുത്ത അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തി. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ
SYS മാരേക്കാട് യൂണിറ്റ് ഹമദാനി ഇസ്ലാമിക് സെന്ററിന്റെ 16ാമത് വാർഷികവും മതപ്രഭാഷണവും എന്ന പരിപാടിയിലാണ് നമുക്ക് കൂടിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി ഈ പരിസര പ്രദേശങ്ങൾക്ക് നിന്നല്ല ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇസ്ലാമിക വെളിച്ചം നൽകി കടന്നുപോയ ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ പേരിലുള്ള നഗരിയിലാണ് നമുക്ക് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി പ്രതീക്ഷയിലാണ് എന്ന ശീർഷകത്തിലാണ് ഇന്ന് പ്രഭാഷണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാന്യരായ എന്റെ ഈ സദസ്സിലുള്ളവരോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയും കരളിന്റെ കഷ്ണവും ഹൃദയഭാജനവുമായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്പം സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് പുണ്യ റസൂൽ പറഞ്ഞ പ്രതീക്ഷയുടെ വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദീനത്തുൽ മുനവ്വറയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിൽക്കുന്നത് പോലെ അവിടത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് എണീറ്റ് നിൽക്കണമെന്നും സാന്ദർഭികമായി ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا ولن يليق رسول الله جاهك بي إذا الكريم تحلى باسمي منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണമേ തമ്പുരാനെ. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാഹ്. അവയുടെ മഹത്വങ്ങളെ കൊണ്ട് ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒരാളെയും നിരാശപ്പെടുത്തല്ല റബ്ബേ. എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നീക്കിക്കൊടുക്കുകയും ശിഫ നൽകുകയും സമാധാനം നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ. എല്ലാവരും ഇരുന്ന്
അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ച് എണീറ്റുന്ന ഈ പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ്. വിശ്വാസി പ്രതീക്ഷയിലാണ് എന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ആരാണ് വിശ്വാസി എന്നും വിശ്വാസിയുടെ ജീവിത സംസ്കാരം എന്താണ് എന്നും അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പ്രപഞ്ചത്തിന്റെ സത്യതമ്പുരാൻ നൽകുന്ന ഒരുപാട് പ്രതീക്ഷകൾ എന്താണെന്നാണ് വിശുദ്ധ ഖുർആനും പരിശുദ്ധ റസൂലിന്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കരുതായ്മകളിലും അന്ധകാര പ്രവണതകളിലും അനാചാരങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗങ്ങളിലും ജീവിതം മുന്നോട്ട് നയിക്കുന്ന വൃത്തികെട്ട സംസ്കാരമാണ് ഇന്ന് മനുഷ്യർക്ക് മുമ്പിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സത്യവിശ്വാസികൾക്ക് മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുമ്പോൾ അത് ചെവി കൊടുക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് SKSSനും SYSനും ഒക്കെയുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് കള്ളുകുടിയന്മാരും ചുറ്റുകളിക്കാരും വ്യഭിചാരികളും നിറഞ്ഞാടിയിരുന്ന ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്നു. അജ്ഞത അന്ധകാരത്താൽ മനുഷ്യത്വം എന്തെന്ന് പോലും അറിയാതെ അക്രമവും അനീതിയും അരുതായ്മകളും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി പുലർത്തിപ്പോന്ന സംസ്കാരമില്ലാത്ത ഒരു ജനതയിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധ റസൂൽ ആദ്യം പറഞ്ഞത് ഹൃദയാന്തരാളങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ ദമ്രത്തിന്റെ കൂടെ ആടിനെ മേയ്ക്കാൻ പോയപ്പോ ഹൃദയം തുറന്നു വെച്ച് ശുദ്ധീകരിക്കുകയും ഈമാനും ഹിക്മത്തും നിറച്ചു കൊടുക്കുകയും ചെയ്ത വിശുദ്ധ പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ അള്ളാഹു നബൂവത്ത് നൽകി ആദരിക്കുമ്പോഴും ഇതുപോലെ പ്രിയപ്പെട്ടവരെ കളങ്കങ്ങളില്ലാത്ത ജീവിതത്തിന്റെ ഉടമയാണ് എന്നുറപ്പുവരുത്തി വിശ്വാസവും വിജ്ഞാനവും അവിടുത്തെ ഹൃദയാന്തരാളങ്ങളിൽ സന്നിവേശിപ്പിക്കുകയും അപ്രകാരം തന്നെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു യാത്രക്കൊരുക്കുമ്പോഴും ഇപ്രകാരം ചെയ്തുവെങ്കിൽ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്യപാനികളോട് ആദ്യമായി പറഞ്ഞതും വ്യഭിചാരികളോട് ആദ്യമായി പറഞ്ഞതും അധർമ്മകാരികളോട് ആദ്യമായി പറഞ്ഞതും ജബലുന്നൂറിന്റെ ഉച്ചയിൽ ഹിറാ ഗുഹയിൽ ഏകനായിരിക്കുമ്പോ അള്ളാഹുവിന്റെ ദൂതുമായി കടന്നു വന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറഞ്ഞു വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ സംസ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്താൻ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് ആനയിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ശ്രമം നടത്തിയെങ്കിൽ അക്കാലഘട്ടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായ ഒരു മേഖലയിലായി ആർക്കും പരിചയമില്ലായിരുന്നു. വസയഊദു കമാ ബദഅ, ആ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുമെന്ന് പറഞ്ഞുവെങ്കിൽ അന്ന് പുണ്യ റസൂൽ ചെയ്തത് പരിശുദ്ധ ഖുർആനിന്റെ വചനമോദിയിട്ട് സംസ്കാര സമ്പന്നരാക്കാൻ ശ്രമിച്ചുവെങ്കിൽ 14 മദ്യപാനികളും വ്യഭിചാരികളും അക്രമകാരികളും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ പിന്മുറക്കാർ പണ്ഡിത വരേണ്യന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അച്ചടക്കവും അനുസരണയുമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSഫും അതിന്റെ പ്രഥമ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചത് വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വർധനവിലൂടെ മനുഷ്യർക്ക് ശാശ്വതമായ ജീവിത വിജയം ഒരുക്കി കൊടുക്കാൻ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം. വിജ്ഞാനത്തിലൂടെ വിനയത്തിലൂടെ സേവന പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന 1989 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹിതമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF എന്ന് പറയുന്നത്. 1954 ശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ യുവജന പ്രസ്ഥാനമാണ് സുന്നി യുവജന സംഘം എന്ന് പറയുന്നത്. കേരളത്തിലുടനീളം പ്രവർത്തിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ വിശ്വാസികൾക്കുള്ള പ്രതീക്ഷ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുകയാണ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയണമെന്നും അള്ളാഹുവിന്റെ അടിയാറുകൾ അവർ വിശ്വാസികളാണെന്നും അങ്ങനെയുള്ള അടിയാറുകളെ വിളിച്ചു പറയണമെന്നും ലോകത്തിന്റെ നായകരോട് പറഞ്ഞു കൊടുത്തിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതമ്പുരാന് പറയുന്നത് മാരേക്കാടിന്റെ നല്ലവരിൽ നല്ലവരെ നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹു പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ
أنفسهم لا تقنطوا من رحمة الله. പ്രതീക്ഷയുടെ വഴി പറഞ്ഞു തന്നിട്ടോ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു തരുമോ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ, ഖുൽ നബിയേ താങ്കൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കണേ, യാ ഇബാദി, അല്ലാഹുവിന്റെ അഭിസംബോധന എങ്ങനെയാ, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയണേ. അല്ലദീന, ആ അടിമകളുടെ സ്വഭാവം എന്തെന്നറിയുമോ? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, അവർ സ്വന്തത്തോട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങളിലൂടെ സംഭവിച്ചു പോയവരാണ്, ജീവിതത്തിൽ പാപ വഴികളിലൂടെ മുന്നേറിയവരാണ്. അവരോട് പറയണം പ്രവാചകരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു കാരുണ്യവാനാ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അവൻ മുഴുവൻ പാപങ്ങളും പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയുടെ വാക്ക് പറയുകയാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പുറത്തു തരുന്നവനാണ്, അവൻ കരുണ ചെയ്യുന്നവനാണ്. ഉറപ്പിച്ച് തറപ്പിച്ച് വിശുദ്ധ ഖുർആനിന്റെ വചനമോദിയിട്ട് ലോകത്തിന്റെ നായകനെ പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിലോ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എത്ര വലിയ തെറ്റ് ചെയ്താലും ജീവിതത്തിൽ നന്മയുടെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടോ വിശ്വാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹു പ്രതീക്ഷയുടെ വഴി തുറന്നു കൊടുക്കുകയാണ്. ഒരിക്കൽ ജുഹൈനത്ത് കബീലയിൽപ്പെട്ട ഒരു പെണ്ണോ, അവൾ വ്യഭിചരിക്കുകയാ, വ്യഭിചാരത്തിൽ ഗർഭിണിയാവുകയാണ്. വ്യഭിചാരം കഴിഞ്ഞു ഗർഭിണിയായപ്പോ ആ പെണ്ണ് പേടിച്ചു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അസബതു ഹദ്ദാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയ പ്രവാചകരെ, അതിന്റെ ശിക്ഷ ഞാൻ എത്തിച്ചിട്ടുണ്ട് തിരുദൂതരെ, ഫഅഖിംഹു അലയ്യ, ആ ശിക്ഷ എന്നെ മേൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ചെയ്തു പോയ തെറ്റെന്താ? വ്യഭിചാരത്തിൽ അകപ്പെട്ടു പോയ പ്രവാചകരെ, അതിൽ ഗർഭിണിയായിട്ടുണ്ട് തിരുദൂതരെ, എനിക്ക് പടച്ച റബ്ബിന്റെ കോടതിയിൽ ശിക്ഷ ഏറ്റു വാങ്ങേണ്ടി വരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വേദന വരുന്നു, സങ്കടം വരുന്നു, വിഷമം വരുന്നു, എനിക്ക് പേടിയാകുന്നു. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ? രണ്ട് രീതിയിലാണല്ലോ വ്യഭിചാരത്തിന്റെ ശിക്ഷ കൊടുക്കേണ്ടത്. ഒന്ന് 100 അടി അടിച്ചിട്ട് നാടുകടത്തലാണെങ്കിലോ, പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് എറിഞ്ഞു കൊല്ലലല്ലേ. ഈ പെണ്ണിൽ നടപ്പിലാക്കേണ്ട ശിക്ഷ എറിഞ്ഞു കൊല്ലലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കുടുംബാംഗങ്ങളെ വിളിച്ചു. ആ പെണ്ണിന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, ഈ പെണ്ണ് പ്രസവിക്കുന്ന കാലയളവ് വരെ നിങ്ങൾ ഇവളിലേക്ക് നന്മ ചെയ്യണം. ഗർഭസ്ഥ ശിശു ഒരു തെറ്റും ചെയ്യാതെ നിഷ്കളങ്കനും നിർമ്മല ചിത്തനുമല്ലേ. ആ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഇവളെ എന്റെ അരികിലേക്ക് കൊണ്ടുവരണമെന്നോ. ആ പെണ്ണ് ഒരുപാട് കാലം കഴിഞ്ഞപ്പോ, ഗർഭകാലം അവസാനിച്ചപ്പോ പ്രസവിക്കുകയാ. പരിശുദ്ധ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവരികയാ. മാലേക്കാടിന്റെ നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൽ തിന്മയുടെ വഴികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും നിരാശപ്പെടേണ്ടതില്ല എന്ന് ഖുർആൻ പറയുകയാ. പ്രതീക്ഷയുടെ വഴി പറഞ്ഞു തരുകയാ. അല്ലാഹുവിന്റെ റസൂൽ സംഭവം വിശദീകരിച്ചു തരുന്നു. ആ പെണ്ണ് കടന്നു വന്നു. സഹാബാക്കളോട് പരിശുദ്ധ റസൂൽ പറഞ്ഞു, ആ പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ ബന്ധിപ്പിക്കണേ. എറിയാൻ തുടങ്ങിയാൽ പെണ്ണ് ഓടാൻ സാധ്യതയുണ്ട്. ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. ഔറത്ത് കാണാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ കെട്ടിയിട്ട് എറിയാൻ തുടങ്ങി. എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ ആ പെണ്ണിനെ കൊലപ്പെടുത്തി. ഇത്രയും വലിയ ശിക്ഷയാ പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തിനുള്ളതാ. ആ പെണ്ണിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു ശേഷം ആ പെണ്ണിന്റെ ജനാസ സംസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ മുന്നിലേക്ക് കടന്നു വരികയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചാടിയണീറ്റ് കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇത് ഏറ്റവും വലിയ ഒരു റോങ് മെസ്സേജ് ഈ സമൂഹത്തിന് നൽകുന്നതായ ഒരു പ്രവർത്തനമല്ലേ? അങ്ങ് ഇമാമായി നിസ്കരിച്ചാൽ വ്യഭിചാരിയായ ഒരു പെണ്ണിന് ഇമാമായി നിസ്കരിച്ചു എന്ന പേര് ദോഷം വരും. നിങ്ങൾ കടക്കാരനായ ഒരു മനുഷ്യന്റെ മയ്യിത്ത് കൊണ്ടുവന്നപ്പോ കടക്കാരനാണെന്ന് പറയപ്പെട്ട സന്ദർഭത്തിലോ, എന്നാൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കാനില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിന്നപ്പോ കണ്ണുനീരോടെ കടന്നു വന്ന സഹാബാക്കളോ, ആ കടമേറ്റെടുത്ത സന്ദർഭത്തിലല്ലേ നിങ്ങൾ ഇമാമായി നിസ്കരിച്ചതോ? അത്രയും ഗൗരവത്തിൽ കാണുന്ന പ്രവാചകരെ,
വ്യഭിചരിച്ച പെണ്ണിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമറേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെണ്ണ് തെറ്റ് ചെയ്തു പോയി ശരി തന്നെയാ, വ്യഭിചരിച്ചു പോയി ശരി തന്നെയാ, തർക്കമില്ല. പക്ഷേ അവൾ സങ്കടത്തോടെ കടന്നു വന്നു, അല്ലാ എന്ന് വിളിച്ചിട്ടാ കടന്നു വന്നത്. അവളെ കണ്ണുനീരുണ്ടല്ലോ, അവളെ പശ്ചാത്താപത്തിന്റെ മനസ്സുണ്ടല്ലോ, അത് പടച്ച റബ്ബ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മദീനയിലെ 40 കുടുംബത്തിൽ ഓഹരി ചെയ്താലും മതി വരൂല, അത്രയും വലിയ മനസ്സാ ആ പെണ്ണിന്റെ മനസ്സാ. ആ പെണ്ണിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, അല്ലാഹ് ഈ പെണ്ണിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ പെണ്ണ് വിജയിയല്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. സാഹചര്യ തിന്മകൾ കടിമപ്പെട്ടുകൊണ്ട് മദ്യപിച്ചവരുണ്ടാകും, വ്യഭിചരിച്ചവരുണ്ടാകും, മോഷ്ടിച്ചവരുണ്ടാകും, അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ചവരുണ്ടാകും. ബോധം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ, ബുദ്ധി നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ സമയമുണ്ടോ? സമയം അതിക്രമിച്ചു പോയിട്ടുണ്ടോ? അല്ലാ എന്ന് കരഞ്ഞു വിളിച്ചിട്ടോ പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ കരമുയർത്തിയാൽ തൗബയുടെ മനസ്സോടുകൂടി അതിന്റെ നിബന്ധനകളോടുകൂടി അല്ലാ എന്ന് വിളിച്ചാൽ പ്രതീക്ഷ നൽകുകയാണ്. ഒരു ദോഷമല്ല അല്ലാഹ് പുറത്തു തരുന്നത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തരുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശ്വാസികളെ, കൃത്യമായുള്ള ഇബാദത്തിനെ കുറിച്ച് പോലും റസൂൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വഴി 5 നേരത്തെ നിസ്കാരം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരിക്കൽ പ്രവാചകൻ നിസ്കാരത്തിന്റെ സമയത്തോടടുത്ത് വരുമ്പോ ഒരു സഹോദരൻ ഓടി വന്നു പ്രവാചകനോട് സങ്കടം പറയാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ സഹോദരാ നിന്റെ സങ്കടം? അവൻ പറഞ്ഞു, അത്രേ, ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശിക്ഷ ഇനി നടപ്പിലാക്കണം, എനിക്ക് പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷയെ പേടിയുണ്ട്. ചോദിച്ചു, എന്താ തെറ്റ്? ഒരു സ്ത്രീയെ ചുംബിച്ചതാണ് തെറ്റ്. പേടി വന്നു ഇങ്ങനെയുള്ള തിന്മ വന്നപ്പോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഓടി സങ്കടം പറഞ്ഞു. പക്ഷേ നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ ഇമാമായി നിസ്കരിക്കാൻ സ്ഥലത്തേക്ക് കടന്നു വന്നു. കൂടെ നിന്ന് നിസ്കരിച്ചു ഈ സഹോദരൻ. നിസ്കാരം കഴിഞ്ഞു. തിരക്കൊഴിവായപ്പോ പ്രവാചകനെ തനിയെ കണ്ടപ്പോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തെറ്റ് സംഭവിച്ചു പോയി ശിക്ഷ നടപ്പിലാക്കണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ ഹലർത മഅനാ അസ്സലാ, നീ ഞങ്ങളോടൊപ്പം നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നോ? ആ സഹോദരൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനും നിസ്കാരത്തിൽ അങ്ങയുടെ കൂടെ അനുഗമിച്ചിട്ടുണ്ട്. മുൻ റസൂൽ ഉടനെ തന്നെ പറയുന്നു, ഖദ് ഗുഫിറ ലക, ഇന്നാളിന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അഖിമിസ് സ്വലാത തറഫൈൻ നഹാർ സുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബുനസ് സയ്യിആത്. 5 നേരത്തെ നിസ്കാരങ്ങളെ നിലനിർത്തിയാൽ അങ്ങനെയുള്ള നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും, ഇല്ലാതെയാക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ നിസ്കാരത്തിൽ ഞങ്ങളെ കൂടെ പങ്കെടുത്തത് കൊണ്ട് നിന്റെ ആ പാപം അല്ലാഹ് പുറത്തു തന്നിട്ടുണ്ടെന്ന് പറയുന്നതാരാ? ലോകത്ത് ഒരിക്കലും കളവ് പറയാത്ത, വഹീ കൊണ്ട് മാത്രം സംസാരിക്കുന്ന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാ. വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ പറഞ്ഞു തരാ. കേൾക്കണമെന്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഇനി കടന്നു വരുന്ന റമദാനിലെ നോമ്പിനെ കുറിച്ചും പറഞ്ഞു. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവിടെയും അടിവരയിട്ടിട്ട് പരിശുദ്ധ റസൂൽ പറഞ്ഞത് വിശ്വാസികളോടാ. മൻ സാമ റമദാൻ, ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുത്താൽ, ഏതെങ്കിലും ആളുകൾ എങ്ങനെയെങ്കിലും നോമ്പെടുത്താൽ എന്നല്ല, ഈമാനൻ വഹ്തിസാബ, അല്ലാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. നോമ്പും പാപങ്ങളെ പൊറുക്കാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അപ്രകാരം തന്നെ അവിടുന്ന് പറഞ്ഞു തരുന്നു ഹജ്ജിനെ കുറിച്ചും. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്തു, അല്ലാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ചോ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചോ, അനാവശ്യ വാക്കുകളില്ല, അനാവശ്യ പ്രവർത്തനങ്ങളില്ല, വാഗ്വാദങ്ങളില്ല, തർക്കങ്ങളില്ല, കലഹങ്ങളില്ലാതെ നല്ല ഹജ്ജ് നിർവഹിച്ചാൽ റജഅ മിൻ ദുനൂബിഹി, അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ട ദിവസം പോലെ പാപങ്ങളിൽ നിന്ന് മടങ്ങിയവനായി സുരക്ഷിതനായി പാപമുക്തി നേടിയിട്ടാ തിരിച്ചു വരുന്നതെന്ന് ലോകത്തിന്റെ നായകർ പഠിപ്പിച്ചു തരുകയാണ്. പ്രതീക്ഷയുടെ വഴിയിലേക്ക് നമ്മെ അനയിക്കുകയാണ്. ഒരു ദിക്ർ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന ലില്ലാഹി അമൂദൻ മിൻ നൂരിൻ ബൈന യദയിൽ അർശ്. അല്ലാഹുവിന്റെ തന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ പ്രകാശത്തിന്റെ ഒരു തൂണുണ്ട്. ആ തൂണിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫഇദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതെങ്കിലും ഒരടിമ എവിടെ നിന്നെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഇഹ്തസ്സ ദാലികൽ അമൂദ്, ആ തൂണിങ്ങനെ കിടകിടാ വിറക്കുമത്രേ. അല്ലാഹ് പറയുമത്ര, ഉസ്കുൻ അടങ്ങി നിൽക്കണേ, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള പ്രകാശത്തിന്റെ തൂണിങ്ങനെ വിറകൊള്ളാൻ തുടങ്ങും. എപ്പോഴാ വിറകൊള്ളാൻ തുടങ്ങുന്നതോ? എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തൂണിങ്ങനെ വിറകൊള്ളുമ്പോ അല്ലാഹ് പറയും ഉസ്കുൻ അടങ്ങി നിൽക്കണം. തൂണ് തിരികെ പറയുമത്രേ, കൈഫ അസ്കുനു വലം തഗ്ഫിർ ലിഖാഇലിഹാ. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനോ പുറത്തു കൊടുക്കാതെ ഞാനെങ്ങനെ അടങ്ങി നിൽക്കും, എനിക്ക് കഴിയില്ല എന്ന അർത്ഥത്തിൽ പറയുമ്പോ അല്ലാഹ് പറയുമത്ര, ഇന്നീ ഖദ് ഗഫറതു ലഹു, തീർച്ചയായും ഉറപ്പാണ്, സംശയിക്കേണ്ടതില്ല, ഞാൻ അവന് പുറത്തു കൊടുക്കുകയെ തന്നെ ചെയ്തു. ഫയസ്കുനു ഇൻദ ദാലിക, അപ്പോൾ ആ തൂണ് അടങ്ങി നിൽക്കുമത്രേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ വലിയ പ്രതീക്ഷയാണ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ പ്രതീക്ഷയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. പക്ഷേ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബയുടെ വഴിയിലൂടെ കടന്നു പോകണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ വലിയ പ്രതീക്ഷ നൽകുന്നു. ഓരോ ഇബാദത്തുകളെ കുറിച്ചും പറഞ്ഞു തരുന്നു. ഇങ്ങനെയുള്ള ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ. എന്റെ പ്രിയപ്പെട്ടമാരെ, കാടിന്റെ നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ, ചെവിയൊന്ന് തുറന്നു വെച്ചിട്ട് ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കണേ. വിശ്വാസികൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇസ്തിഗ്ഫാറിന്റെ ിലൂടെ സഞ്ചരിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണ്. പാപഭംഗിലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, അവന്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരും. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ. ചിന്തിക്കണം, ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്തരുത്. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 3 തവണ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പുണ്യ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. മറ്റൊരു വചനത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ എന്നുള്ളത് ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാക്കി മാറ്റിയാൽ അല്ലാഹു ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും നീക്കിത്തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, കണക്കാക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു ജീവിത സൗകര്യങ്ങൾ ഒരുക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരിൽ മഹാനാണ് ശൈഖുനാ ആതിഫത്ത് ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, എന്റെ പൊന്നുമോളുടെ വിവാഹം ശരിപ്പെടാൻ ഭയങ്കര പ്രയാസം, ഒന്നും ശരിയാകണില്ല, എല്ലാ ദിവസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒന്നും ശരിയാകുന്നില്ല. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് ഇറക്കി തരുന്നതിൽ ഒരു മറ വന്നിട്ടുണ്ട്. എന്തോ നിങ്ങളിലുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കലിന്റെ അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, ആ മറ നീങ്ങിക്കോളും, നിങ്ങളിലേക്ക് അനുഗ്രഹം പെയ്തിറങ്ങും.
മോളെ കല്യാണം ശരിയാക്കാൻ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാൻ പറയാ. അവിടെ കൂടുതലൊക്കെ ചിന്തിക്കുക, മകളെ കല്യാണം ശരിയാവും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് എന്താ കാര്യം? പക്ഷെ ഇയാൾക്ക് ഭയങ്കര നിധി കിട്ടിയ പോലെ വീട്ടിൽ ചെന്നു, ഭാര്യയോട് പറഞ്ഞു. അദ്ദേഹവും ഒരുമിച്ചിരുന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, 7 ദിവസം കഴിഞ്ഞപ്പോ 7ാമത്തെ ദിവസത്തിന്റെ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ പൊന്നുമോൾക്ക് വിവാഹാന്വേഷണവുമായി കടന്നു വന്നു. ആ വിവാഹം ശരിപ്പെടുകയാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിച്ചപ്പോ കല്യാണം ശരിയായി. മഹാനായ തിബരിസ്ഥായിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ കല്യാണം ശരിയായി. പറഞ്ഞു, എത്രേ മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ഇത് ഞാൻ എന്തെങ്കിലും വെറുതെ പറഞ്ഞതല്ല എന്റെ സഹോദര, ലോകത്തിന്റെ നായകർ പഠിപ്പിച്ചു തന്നതാണ്. മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജാ, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരും, വിജയത്തിന്റെ ഏറ്റവും വലിയ വഴി ഒരുക്കി തരുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ ഞാൻ പറഞ്ഞതെന്നോ. മല്ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജാ, ചിന്തിക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു പ്രിയപ്പെട്ടവരെ വഴിയൊരുക്കി കൊടുക്കുമത്രേ. 3 വർഷം മുമ്പ് ഹജ്ജിന്റെ വേളയിൽ മലപ്പുറത്തുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ച് അടുത്തറിഞ്ഞു. എന്താ സംഭവം എന്നറിയുമോ? അദ്ദേഹത്തിന് 4 സഹോദരിമാരാണുള്ളത്, 4 പെങ്ങന്മാരാണുള്ളത്. പിതാവ് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. 4 പെങ്ങന്മാരെയും സഹോദരിമാരെയും വിവാഹം ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു കുഞ്ഞുനാളിൽ തന്നെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ സൗദി അറേബ്യയിലേക്ക് തൊഴിലന്വേഷിച്ച് പറക്കുകയാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നു. 4 സഹോദരിമാരെയും കാലങ്ങൾ ഒരുപാട് പിന്നിട്ടപ്പോ വിവാഹം ചെയ്തു വിട്ടു. ഒന്നും തന്നെ മിച്ചമാക്കി വെക്കാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലായിരുന്നു. ഇടയ്ക്കിടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യും, ഉമ്മ എന്താ വീട്ടിലെ അവസ്ഥയെന്നറിയാൻ. വീട്ടിലെ സുഖാശ്ചര്യങ്ങളോ വീട്ടിലെ സുഖദുഃഖങ്ങളും ക്ഷേമാശ്ചര്യങ്ങളും തിരിച്ചറിയും. ഒരിക്കൽ വിളിച്ചപ്പോ പറഞ്ഞു, മോനെ നിന്റെ പെങ്ങന്മാർക്ക് സഹോദരിമാർക്ക് സുഖം തന്നെയാ, പക്ഷേ 4ാമത്തെ പെങ്ങളുടെ ഭർത്താവ് പറയുന്നുണ്ട് 50,000 രൂപ ആവശ്യമുണ്ട്, ഇതൊരു കച്ചവടം തുടങ്ങാനും. അതുകൊണ്ട് അവളെ പറഞ്ഞേച്ചിക്കാണ് 50,000 രൂപ വേണം. ആ 50,000 രൂപ തന്നിട്ടില്ലെങ്കിൽ അവളെ വീട്ടിൽ കൊടുന്നാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. സ്വന്തം ജീവിത പങ്കാളിയെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വിലപേശുന്ന അവസ്ഥയുണ്ടെന്നുള്ളത് അല്ലാഹു കാക്കട്ടെ. ഇത് കേട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. അക്കരയിൽ അവന്ന് ഇരുന്നു പോയ എത്രയാ ചെറുപ്പക്കാരൻ. പടച്ചറബ്ബേ, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല. 4 സഹോദരിമാരെ വിവാഹം ചെയ്തപ്പോ, നല്ല രീതിയിൽ വിവാഹം ചെയ്ത് വിട്ടപ്പോ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ എന്ത് ചെയ്യും റബ്ബേ, എന്താണ് ഇത്ര വലിയ കഷ്ടപ്പാട്? ഇരുന്ന് കരഞ്ഞുപോയി ആ ചെറുപ്പക്കാരൻ. പക്ഷേ നാട്ടിൽ എന്നോ പള്ളിയിലെ ഉസ്താദ് വാഴ് പറയുമ്പോ പരിശുദ്ധ റമളാനിൽ പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ വന്നപ്പോ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ എന്നുള്ള ഈ ഹദീസ് പഠിപ്പിച്ചത് ആ സഹോദരൻ ഓർമ്മ വന്നു. ആ സഹോദരൻ തീരുമാനിച്ചു, ഞാൻ സൗദിയിലല്ലേ, എനിക്ക് അറഫയിൽ ചെന്നിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. എനിക്ക് എന്റെ റബ്ബിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൊടുക്കണം. അദ്ദേഹത്തിന്റെ സ്പോൺസറോട്, അറബി സുഹൃത്തിനോട് ചോദിച്ചു. എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ വേണ്ടി ആവശ്യപ്പെടും, പക്ഷേ പറഞ്ഞേക്കൂല. ആ വർഷം ചെന്നിട്ട് സ്പോൺസറോട് പറഞ്ഞു, കഫീലിനോട് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണം. പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ജീവണ്ടോ ഹജ്ജിന് പോകുന്നു പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ. എന്നാൽ നീ ദുൽഹിജ്ജ 9 പ്രഭാതത്തിൽ ഇറങ്ങിക്കോ, അതുവരെ ഇവിടെ പണിയെടുക്കണം. ദുൽഹിജ്ജ 9 അറഫാ ദിവസം ആ ചെറുപ്പക്കാരൻ ഇറങ്ങി ഇഖാത്തിൽ വന്ന് ഹജ്ജിനെ ഇഹ്റാം ചെയ്തു. അല്പം വാഹനത്തിൽ കയറും, പിന്നെ നടന്ന് മുന്നോട്ട് പോകും, പിന്നെയും വാഹനത്തിൽ കയറും, പിന്നെയും നടന്ന് മുന്നോട്ട് നീങ്ങും. സൗകര്യമുള്ളതിനനുസരിച്ച് നടന്ന് അറഫയിലെത്തുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ അസറിന്റെ സമയമെടുത്തായിട്ടുണ്ടത്രേ. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങിയിട്ട്, ടെന്റിന്റെ പുറത്തിറങ്ങിയിട്ട് കരയുകയാ. കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒറ്റി വീഴുന്നതിന് പകരം കണ്ണുനീര് അവസാനിച്ചു രക്തം വരാൻ തുടങ്ങിയത്രേ. കരയുകയാണ്, അല്ലാഹ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപക്കറ കൊണ്ട് എന്നെ പരീക്ഷിക്കല്ല റബ്ബേ, ആ പാപക്കറ കൊണ്ട് എന്നെ കട്ടപ്പാടിലാക്കല്ല റബ്ബേ, എന്റെ പാപം പൊറുക്കണേ. എന്റെ ജീവിതത്തിൽ നീ മഖറജുകൾ, ഏറ്റവും വലിയ ഫറജുകൾ, ഏറ്റവും വലിയ വിജയങ്ങൾ, ഏറ്റവും വലിയ പ്രയാസരഹിതമായ വഴികൾ എനിക്ക് ഒരുക്കി തരണേ. കരഞ്ഞു ദുആ ചെയ്യാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ
മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, ക്ഷീണമുണ്ട്, മുസ്ദലിഫയിൽ പാർക്കാൻ അവിടെ കിടന്നു. അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോയി. ഏകദേശം സുബഹിയുടെ അടുത്ത സമയമെത്തിയപ്പോഴാ ഉറക്കിൽ നിന്നുണരുന്നത്. ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ആ സഹോദരൻ സുബഹി നിസ്കരിച്ചു മസ്അറുൽ ഹറാമിൽ വെച്ച. പിന്നെയും ക്ഷീണാധിക്യം കൊണ്ട് ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ അല്പം കൂടി കിടന്നിറങ്ങുകയാണ്. 11 മണി വരെ അങ്ങനെ ഉറങ്ങിപ്പോയി ആ സഹോദരൻ. 11 മണിക്ക് ഉണർന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ റോഡിലും മലമുകളിലും കിടന്നുറങ്ങിയിരുന്ന മുസ്ദലിഫയിൽ അധികം ആളുകളെയൊന്നും കാണുന്നില്ല. എല്ലാവരും മിനാ താഴ്വരയിലേക്ക് നടന്നു നീങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാരന് ബേജാറായി. ചെറുപ്പക്കാരനും മുസ്ദലിഫയിൽ നിന്ന് 70 കല്ലുകൾ പിറക്കിയിട്ട് പ്രിയപ്പെട്ടവരെ മിനയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനൊരു മരച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആരും സഹായിക്കാനില്ലാതെ. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു വൃദ്ധനാണ്. ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ? പറഞ്ഞു, വഴിതെറ്റി, അങ്ങനെ ആയി, എന്റെ കൂടെയുള്ളവരൊക്കെ പോയി, എന്നെ സഹായിക്കാനാരുമില്ല. ഈ ചെറുപ്പക്കാരൻ മുസ്ദലിഫയിൽ അന്വേഷിച്ചു ഒരു പൊട്ടിയ വീൽ ചെയർ സംഘടിപ്പിച്ച് കയറുകൊണ്ട് കെട്ടിയുണ്ടാക്കി ആ വീൽ ചെയറിൽ ഈ പ്രായമേറിയ മനുഷ്യനെ ഇരുത്തിയിട്ട് വളരെ കഷ്ടപ്പെട്ട് മിനയിലേക്ക് തള്ളുകയും. അപ്പോൾ എല്ലാവരും മിനയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കുറെ ആളുകൾ ജംറത്തുൽ അഖബയെ എറിഞ്ഞിട്ട് തിരിച്ചു വരിക. ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഈ വൃദ്ധനെ തള്ളിയിട്ട് മുന്നോട്ട് പോകും. UAE-യിൽ നിന്ന് വന്ന് ഏതാനും അറബി സുഹൃത്തുക്കൾ ഈ ചെറുപ്പക്കാരന്റെ ഈ കഷ്ടപ്പാട് കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? അവർ പറഞ്ഞു, ഇങ്ങനെയുള്ള അവസ്ഥ. ഇത് നിന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ, ആരുമില്ല, ഹജ്ജിന് വന്നതല്ലേ, സഹായിക്കാൻ ആരുമില്ലാത്തൊരു സന്ദർഭം വന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തതാണ്. സന്തോഷം കൊണ്ട് അറബി സുഹൃത്തുക്കൾ അവരുടെ ബെൽറ്റ് തുറന്നിട്ട് ദിർഹമുകൾ എടുത്തു കൊടുത്തു ഈ ചെറുപ്പക്കാരൻ. അത് നോക്കുക പോലും ചെയ്യാതെ തന്റെ ബെൽറ്റിൽ നിക്ഷേപിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ ജംറത്തുൽ അഖബയെ എറിഞ്ഞ് ഈ വൃദ്ധനെ കൊണ്ടും എറിയിപ്പിച്ച് അദ്ദേഹത്തിന്റെ അഡ്രസ് ശേഖരിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ട് SYS-ന്റെ സുന്നി യുവജന സംഘത്തിന്റെ സമൃദ്ധ കൂട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള മിനയിലെ ടെന്റിൽ വന്നിട്ട് ഈ സംഭവം പറഞ്ഞ് ദിർഹമുകൾ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോ സുബ്ഹാനല്ലാഹ് 50,000 ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെക്കാൾ അധികം വരുന്ന ദിർഹമുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സമദ് പൂക്കോട്ടൂർ അവിടെ വെച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തിയത്. ഞാൻ ഓർത്തു പോകുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ റബ്ബ് എന്നെ കൈവടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഏതോ ഒരു റമദാനിൽ പള്ളിയിലെ ഉസ്താദ് പാപമോചനത്തിന്റെ വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അതിൽ ആകൃഷ്ടനായിട്ട് കരഞ്ഞുകൊണ്ട് തുടർന്നിരുന്നു പോയ ആ ചെറുപ്പക്കാരൻ അറഫയിൽ വന്ന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചപ്പോ ഒരിക്കലും ചിന്തിക്കാൻ പോലും കണക്കാക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു വഴിയൊരുക്കി കൊടുത്തുവെങ്കിൽ അള്ളാഹു നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും കഴിയില്ല. തെറ്റുകൾ ഒരുപാട് സംഭവിക്കും. അല്ലാഹ് പറയാണ്, ലൗലാ അന്നകും തുദ്നിബൂന, ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലഖലഖല്ലാഹു ഖൽഖൻ ആഖറ യുദ്നിബൂന, മറ്റൊരു സൃഷ്ടികൾ അല്ലാഹു സൃഷ്ടിക്കും, അവർ തെറ്റുകൾ ചെയ്യും. എന്നിട്ടോ ഫയസ്തഗ്ഫിറൂനഹു, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അപ്പോൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇത് അല്ലാഹ് പറയാ. തെറ്റുകൾ സംഭവിക്കാതെ ജീവിക്കാതെ മനുഷ്യന് കഴിയില്ല. കുല്ലു ബനി ആദം, ആദം സന്തതികളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആദം സന്തതികൾ മുഴുവൻ പിഴവുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖതാഈന അത്തവാബൂൻ, എന്നാൽ ഈ പിഴവുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവർ തൗബ ചെയ്യുന്നവരാണെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് ഈ പ്രതീക്ഷയുടെ വഴി പറഞ്ഞു കൊടുക്കുമ്പോ ആരാണ് വിശ്വാസികൾ എന്നൊന്ന് തിരിച്ചറിയേണ്ടതില്ലേ? വിശ്വാസികൾക്ക് പാപമോചനത്തിന്റെ പ്രതീക്ഷ കൊടുക്കുമ്പോ അങ്ങനെ പാപമോചനത്തിലൂടെ സ്വർഗം അനന്തരമെടുക്കുന്നത് വിശ്വാസികളാണെന്ന് പറഞ്ഞു തരുമ്പോ കേൾക്കണമെന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിശ്വാസി ആരെന്നറിയുമോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ,
വിശ്വാസികൾ തീർച്ചയാണ് അവർ വിജയിച്ചിരിക്കുന്നു. ആരാ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ, അവർ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവർ സകാത്തിനെ കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്. വല്ലദീനഹും ലിഫുറൂദിഹിം ഹാഫിലൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസികളെ, വിജയികളായ വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്തെന്നറിയുമോ? ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്നവർ. എന്ത് അനന്തരമെടുക്കുന്നവർ? ഭൂസ്വത്തുക്കളല്ല പ്രിയപ്പെട്ടവരെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക പടപടപ്പിന്റെ സുഖാഡംബരങ്ങളുടെ വഴിയല്ല. അല്ലാഹു പറയുന്നു അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവരാണ് സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനം ഫിർദൗസ് എന്ന് പറയുന്നത് അനന്തരമെടുക്കുന്നത്. അല്ലാഹുവേ, തമ്പുരാനെ, റഹ്മാനെ, സുബ്ഹാനേ, അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. സ്വർഗ്ഗം അനന്തരമെടുക്കുന്നവരാണ് വിശ്വാസികള്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരാണ് ഈ വിശ്വാസികൾ? മരേക്കാടുള്ളവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അല്ലാഹു തന്നെ പറഞ്ഞു തരുകയാണ് ആരാ വിശ്വാസികൾ എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ പറയും എനിക്ക് ബിസിനസ്സിൽ ഇങ്ങനെ കണക്കൊന്നും ശരിയാകാതെ വരുമ്പോ 2 റക്അത്ത് നിസ്കരിച്ചാൽ കണക്കൊക്കെ ശരിയാകും. വൈകുന്നേരം വന്നിട്ട് കണക്കൊക്കെ കൃത്യമായിട്ട് എഴുതുമ്പോ ഒന്ന് ശരിയാകാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, അപ്പൊ എന്റെ കണക്ക് ശരിയാകും. നിസ്കരിക്കാണ്ട് കയ്യട്ടെ ഇബ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നെ കണക്കൊക്കെ കൃത്യമാക്കി എഴുതിയിട്ടില്ലേ എന്ന്. ഇതാണോ മുഅ്മിനീങ്ങളുടെ നിസ്കാരം? അലി റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾക്ക് ഏറ്റ സന്ദർഭത്തിൽ ആ മാരകമായ ആയുധം പറിച്ചെടുക്കാൻ വേണ്ടി സഹാബാക്കൾ ശ്രമിച്ചപ്പോ ഞാൻ അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കാൻ കൈകെട്ടിയാൽ നിങ്ങൾ പറിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. കൈകെട്ടി മഹാനവറുകൾ അറിഞ്ഞതേയില്ല. അല്ലാ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, അല്ലാ എന്ന് ചിന്തിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നവരാണ് മുഅ്മിനീങ്ങൾ. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ലഭിക്കപ്പെടുന്ന വിശ്വാസികൾ ആരെന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്ന് ചിന്തിക്കുന്ന അവസരം വന്നാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ കിടകിടാ വിറക്കുന്നതാ. വഇദാ തുലിയത് അലൈഹിം ആയാതു, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ അരികിൽ വെച്ചുകൊണ്ട് ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതാ, അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ വഴിയിലേക്ക് കടന്നു വരുന്നതാ. എന്നിട്ട് പറയുന്നു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സർവവും പടച്ച റബ്ബിൽ സമർപ്പിക്കുന്നവരാണ്, പരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹു കേൾക്കുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകും, ഹൃദയം ഇങ്ങനെ കിണുകിടാ വിറക്കും. ഇവരാ മുഅ്മിനീങ്ങൾ, ഇവരാണ് അല്ലദീന യരിസൂനൽ ഫിർദൗസ്, സ്വർഗ്ഗം അനന്തരമെടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കണം പ്രിയപ്പെട്ടവരെ, സിദ്ദീഖുൽ അക്ബർ ആരായിരുന്നു? ലോകത്തെ വിശ്വാസികളുടെ മുഴുവൻ ഈമാനും തുലാസിന്റെ ഒരു ഭാഗത്ത് വെച്ചാലും അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ആരുടേത് എന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിന്റെ പിതാവ് അബൂ ഖുഹാഫ ഏറ്റവും വലിയ ജ്വല്ലറിക്കാരനായിരുന്നു. അവിടുത്തെ മകൻ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസുകാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നും ജ്വല്ലറിയും ടെക്സ്റ്റൈൽസുമാണല്ലോ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാനും സാമ്പത്തികമായി ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള വഴി. അബൂ ഖുഹാഫയുടെ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കലായിരുന്നു, അതിൽ ആഭരണം ഉണ്ടാക്കി വിൽക്കലല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ ഖുഹാഫ എന്ന് പറയുന്ന പിതാവ് സ്വർണത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരു റൂമിൽ സ്ഥാപിച്ചിട്ട് അബൂബക്കർ എന്ന് പറയുന്ന മോനോട് പറഞ്ഞു, മോനെ നിനക്കുള്ള ദൈവമാണിത്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളോടുള്ള സഹവാസം കൊണ്ട് സത്യത്തിന്റെ വടി മഹാനവറുകൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ആ റൂമിൽ ചെല്ലും പിതാവിനെ തൃപ്തിപ്പെടുത്താൻ. എന്നിട്ട് ആ വിഗ്രഹത്തോട് ചോദിക്കും, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരും. വളരെ കഷ്ടപ്പാടില്ല, ഒരു മറുപടി ഉണ്ടാകില്ല, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല.
ഒരു പിതാവിനോട് വന്ന് പറയും ദൈവം ഒന്നും തന്നിട്ടില്ല കേട്ടോ എന്ന് പിതാവിനെ പോലും ആ അബദ്ധസഞ്ചാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. അടുത്ത ദിവസം എന്നിട്ട് പറയട്ടെ നല്ല വിശപ്പുണ്ട്, കുറച്ച് ഭക്ഷണം തരും, ഒന്നും കൊടുക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ട കൂട്ടുകാരൻ, സത്യത്തിന്റെ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രഭ ജീവിതത്തിൽ ആദ്യമേ ലഭിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ തൗഹീദിന്റെ മാർഗം പറഞ്ഞു കൊടുത്തപ്പോ ആദ്യമായി വിശ്വസിക്കാൻ മുന്നോട്ട് വന്നതും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖതാനി അസ്വാദാനി മിൻ ബുകാഇ. ആരാണ് സിദ്ദീഖുൽ അക്ബർ എന്നറിയുമോ? ഫീ ഹദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ അനുഗ്രഹീതനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ രണ്ട് കവിൾത്തടത്തിലും ഖതാനി അസ്വാദാനി, കറുത്ത രണ്ട് വരകളുണ്ടായിരുന്നു. ഏതെങ്കിലും ആളുകൾ കരിക്കട്ടകൾ കൊണ്ട് വരഞ്ഞുണ്ടാ വരകളല്ല, കരഞ്ഞ് 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 കരഞ്ഞ കണ്ണുനീര് ചാലിട്ടൊഴുകിയതിന്റെ പാടുകൾ കൊണ്ടുണ്ടായ അടയാളമായിരുന്നു. എന്തിനാ കരഞ്ഞതെന്നറിയുമോ? അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞതാണ്. സൂറത്തു തകാസുറിന്റെ അവസാനത്തെ വചനം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു വരാറുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാ. ഈ ആയത്തിറങ്ങിയപ്പോ പ്രിയപ്പെട്ടവരെ, കണ്ണു തന്ന റബ്ബ്, കാത് തന്ന റബ്ബ്, അതുപോലെ തന്നെ ശ്വസിക്കാൻ അവസരം തന്ന റബ്ബ്, കൈകാലുകൾ തന്ന റബ്ബ്, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണു കാണാത്ത മനുഷ്യരെ കുറിച്ച് ഞാൻ 2 ദിവസം മുമ്പ് പെരുമ്പാവൂരിനടുത്ത് ചെറുവേലിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് SKSSFന്റെ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തപ്പോ സ്റ്റേജിൽ ഒരു സഹോദരൻ ഇരുന്നിരുന്നു. ആ സഹോദരനെ പരിചയപ്പെട്ടപ്പോ പറഞ്ഞത്, ജന്മനാ കുറച്ചേ കാഴ്ചയുണ്ടായിരുന്നുള്ളൂ, ഓപ്പറേഷൻ നടത്തിയിട്ട് കാഴ്ച കിട്ടി. എന്നിട്ട് സ്കൂളിൽ പഠിക്കുമ്പോ ലോങ് സൈറ്റിന്റെ പ്രശ്നം വന്നപ്പോ ഏതോ പരിശോധനയുടെ വിദഗ്ധന്മാര് സ്കൂളിൽ വന്നിട്ട് കണ്ണിലൊരു മരുന്നെത്തിച്ചതാ. ഇപ്പോൾ ഈ വെളിച്ചം പോലും എനിക്ക് കാണുന്നില്ല, ഇവിടെ മിന്നലുണ്ടാകുന്നത് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, കൂരിട്ട എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ വിതുമ്പിയപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊന്നും പടച്ച റബ്ബ് നമ്മെ പരീക്ഷിച്ചിട്ടില്ലല്ലോ. എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിൽ കുറ്റിപ്പുറം ടൗൺ പള്ളിയിൽ, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ടൗൺ പള്ളിയിൽ പഠന ക്ലാസ് ഇറങ്ങിയപ്പോ നല്ല ചുറുചുറുക്കുള്ള സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ചുമരിൽ ചാരിയിരിക്കുന്നു. ഉസ്താദേ എന്ന് വിളിച്ചു. അരികിലേക്ക് ചെന്നപ്പോ കൈപിടിച്ചിട്ട് പറഞ്ഞു, എണീക്ക് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ വലിയ സമ്പന്ന കുടുംബത്തിൽ പറഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വിലപിടിപ്പുള്ള ഒരു ബൈക്ക് എനിക്ക് എന്റെ പിതാവ് വാങ്ങി തന്നിരുന്നു. അതിശക്തമായ വേഗതയിൽ ഞാനതിങ്ങനെ ഓടിച്ചു മുന്നോട്ട് പോകും. എന്റെ നാട്ടുകാരനോട് പറഞ്ഞു, എന്റെ മോനെ ഇത് അപകടമാ. ഞാൻ അവരുടെ വാക്കൊന്നും ചെവി കൊടുത്തില്ല, അതിനെയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരിക്കൽ ഒരു ലോറിയുടെ പിന്നിൽ ചെന്നിട്ട് അമിത വേഗതയായതുകൊണ്ട് ഇടിച്ചു. ഞാൻ തെറിച്ചുപോയി 2 മാസം ബോധമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. ഉസ്താദേ, ആ അപകടത്തിൽ എന്റെ വലതുഭാഗം മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാ. ഈ കണ്ണെനിക്ക് കാണുന്നില്ല ഉസ്താദേ, ഈ കാതെനിക്ക് കേൾക്കുന്നില്ല ഉസ്താദേ, ഈ കൈകൊണ്ട് ഒന്നിനും കഴിയുന്നില്ല ഉസ്താദേ, ഈ കാലുകൊണ്ട് ശരിക്കും നടക്കാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞങ്ങ് തേങ്ങി കരയുകയാ. ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സിദ്ദീഖുൽ അക്ബർ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസത്തോളം ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് വന്നപ്പോ അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വസ്ത്രത്തിന്റെ സൗന്ദര്യം അറിയുന്നില്ല, ശരീരത്തിന്റെ വേദന അറിയുന്നില്ല, ഒറ്റക്കിരുന്ന് കരയുന്നു. അല്ലാ അല്ലാ, നീ എത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കണ്ണ് തന്ന അല്ലാഹുവിനെ കുറിച്ച്? മനുഷ്യ ശരീരത്തിൽ 83% വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതും ഈ കണ്ണാണ്. ഈ കണ്ണില്ലായതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കണ്ണിന് അല്ലാഹു സംവിധാനിച്ചത് എന്തൊരു കരുണയാ അല്ലാഹു നമ്മോട് ചെയ്തിട്ടുള്ളത്. കണ്ണിന്റെ 1/4 ഭാഗം മാത്രമേ അല്ലാഹു പുറന്തള്ളി നിർത്തിയിട്ടുള്ളൂ. അത്രയും സൂക്ഷ്മതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. ആ 1/4 ഭാഗം തന്നെ സംരക്ഷിക്കാൻ ഒരു ശത്രു ഇട്ടെന്നു അല്ലാഹു മനുഷ്യ ശരീരത്തിൽ.
അള്ളാഹുവിന്റെ ഷട്ടർ കോപ്പിടിച്ചിട്ടായിരിക്കും കടകൾക്കൊക്കെ ഷട്ടർ വന്നതെന്ന് തോന്നിപ്പോകുന്നു. കടകളെ ഷട്ടറടക്കാൻ കമ്പി കുളത്തൊക്കെ ആവശ്യമാണെങ്കിൽ അള്ളാഹിന്റെ ഷട്ടറടക്കാൻ ഒന്നും വേണ്ട. ഒരു പ്രാണി മുന്നിലൂടെ പറഞ്ഞാൽ അള്ളാഹു ഷട്ടർ അടച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിലെല്ലാം അള്ളാഹു തള്ളി നിർത്തി, അടിയിലെല്ലാം തള്ളി നിർത്തിയിട്ട് കണ്ണിനൊരു കുഴിയിലാക്കി പെട്ടെന്ന് ക്ഷതമേൽക്കാതിരിക്കാൻ. അള്ളാഹുവേ, എന്തൊരു വലിയ അനുഗ്രഹമാണ് ഇത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഈ കണ്ണിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കും ഒരു ദിവസം? ഇത് പറഞ്ഞപ്പോൾ ആ സിദ്ദീഖിലൊക്കെ ഒരു കരഞ്ഞു പോയത്, അള്ളാഹ് ഈ തന്ന കണ്ണ് ഞാനിത് നന്ദി ചെയ്തിട്ടുണ്ടോ റബ്ബേ എന്ന് പറഞ്ഞിട്ട്. ആരാ കരയണത്? അബൂബക്കറും ഫിൽ ജന്ന, സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പരിശുദ്ധ റസൂൽ പ്രഖ്യാപനം നടത്തിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറുൽ ഫാറൂഖ് തങ്ങളും കരഞ്ഞുപോയി. നല്ല ധൈര്യമുള്ളവരായിരുന്നു, ധൈര്യത്തിന്റെ ഉടമയായിരുന്നു. പക്ഷേ അല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ രണ്ടാമത് അധിപനായി കടന്നു വന്ന് 10 വർഷത്തോളം ഇസ്ലാമിക ഭരണം നടത്തി അമീറുൽ മുഅ്മിനീൻ എന്ന ലോകത്ത് ആദ്യമായി അറിയപ്പെട്ട മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങള് പേർഷ്യൻ സാമ്രാജ്യത്തെ പിടിച്ചുകെട്ടിയ, റോമൻ സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ, ഇസ്ലാമിന്റെ വ്യാപനം ഏറ്റവും കൂടുതൽ നടന്നത് മഹാനവറുകളുടെ കാലഘട്ടത്തിലല്ലേ? ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. രാത്രി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ലഭിച്ചിരുന്നില്ല. എല്ലാവരും കിടന്നുറങ്ങിയാൽ മഹാനവറുകൾ കിടക്കാൻ വേണ്ടി ശരീരമൊന്ന് ചായ്ച്ചു വെച്ചാൽ അപ്പോൾ കരയുകയാണ്, അല്ലാ ഇന്ന് നേരം പുലർന്നിട്ട് ഈ സമയത്തിനടക്ക നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തിട്ടുണ്ടോ? നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ഈ നാടിന്റെ ഏതെങ്കിലും പ്രജകൾക്ക് ക്ഷേമാശ്ചര്യങ്ങളിൽ ഞാൻ എന്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയിട്ടുണ്ടോ? മഹാനവറുകൾ ഞെട്ടി എണീക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇറങ്ങി നടക്കുകയാണ്. കൂരാക്കൂരിട്ടുള്ള സന്ദർഭത്തിലാ, നിശയുടെ നിശബ്ദതയിലാ. പ്രിയപ്പെട്ടവരെ, പക്ഷിപടവാദികളുടെ കളകളാ ശബ്ദങ്ങൾ നിലച്ച സന്ദർഭത്തിലാ, വാഹനങ്ങൾ കോകിപ്പായുന്ന അപശബ്ദങ്ങളില്ലാത്ത സന്ദർഭത്തിലാ, മനുഷ്യരുടെ കോലാഹലങ്ങളില്ലാത്ത സന്ദർഭത്തിലോ, ആരാരുമില്ലാത്ത സന്ദർഭത്തിലോ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇറങ്ങി നടക്കുന്നു. മനസ്സ് നിറയെ അല്ലാ എന്നെ നീ ശിക്ഷിക്കുമോ? എന്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ? കരഞ്ഞ് 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 നടക്കും. ഒരിക്കൽ നടന്നു പോയപ്പോ ഒരു കൊച്ചു കുടിലിന്റെ അരികിലെത്തുകയാ. ആ കുടിലിൽ ഒരു ഉമ്മ പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് അടുപ്പിന്റെ അടിയിൽ വിറക് വെച്ച് കത്തിച്ചിട്ട് കയ്യിൽ കൊണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ കാലിന്റെ അരികിൽ കിടന്നിട്ട് ഒരുപാട് കുഞ്ഞുമക്കൾ നിലവിളിക്കുകയാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഉമ്മ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, എന്റെ പൊന്നുമക്കൾ പട്ടിണി കൊണ്ട്, പരിവട്ടം കൊണ്ട്, പ്രയാസം കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ദിവസങ്ങളോളമായി കരയുകയാ. എന്റെ വീട്ടിൽ അവർക്ക് കൊടുക്കാൻ ഒരു ധാന്യമണിയും എന്റെ കയ്യിലില്ല. എന്റെ കയ്യിൽ ഒരു ധാന്യമണിയുമില്ല. ഞാൻ ചെയ്യുന്നത് എന്തെന്നറിയുമോ? എന്റെ മക്കൾ ഇങ്ങനെ നിലവിളിച്ച് കരയുമ്പോ, എന്റെ മക്കൾ ഇങ്ങനെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അട്ടഹസിക്കുമ്പോ, ഞാൻ അടുപ്പിന്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളമൊഴിച്ച് കത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, കയ്യിൽ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നുമക്കൾക്ക് പ്രതീക്ഷയാ, കഞ്ഞി ഇപ്പോളാകും ഞങ്ങൾക്ക് നൽകുമെന്നോ. അങ്ങനെ കരഞ്ഞ് 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 എന്റെ മക്കളങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പാത്രമിറക്കി വെക്കും. ഇങ്ങനെയാ ദിവസങ്ങളോളമായി എന്റെ മക്കളെ ഞാൻ ഉറക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ണുകൾ നിറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാ എനിക്കൊരു സഹിക്കാൻ വയ്യ റബ്ബേ. അല്ലാ നിന്റെ ശിക്ഷയെ എനിക്ക് പേടിയുണ്ടോ? ഈ കുടുംബത്തോടുള്ള കടപ്പാട് നിർവഹിക്കുന്നതിൽ ഞാൻ വീഴ്ച വരുത്തി എന്നതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കുമോ എന്നോർത്തിട്ടോ പ്രിയപ്പെട്ടവർ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, ഉമ്മ ഇത് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് രാത്രി സമയത്ത് തന്നെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഗോതമ്പ് മണികൾ പെറുക്കിയെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൽ ഒരു ചാക്കിൽ നിക്ഷേപിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്റെ ചുമലിൽ ചുമന്നിട്ട് ഇറങ്ങി നടക്കുന്നു. ആ ഉമ്മയുടെ വീട് അന്വേഷിച്ചിട്ട് രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണ്, നാടിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്തവരാ. ഒരു ഭൃത്യനോട് കൽപ്പിക്കുകയല്ല ചെയ്തതോ, ഏതെങ്കിലും പരിചാരകരോട് ആജ്ഞാപിക്കുകയല്ല ചെയ്തതോ. അങ്ങനെ ആ കൊച്ചുകുടിയിൽ വന്നിട്ട് പറയുന്നു, ഉമ്മ ഈ ധാന്യമണികൾ കൊണ്ട് കഞ്ഞി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കണമെന്നോ. ആ സന്ദർഭത്തിൽ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, സഹോദരാ നിന്നെ പോലെയുള്ള നന്മയുടെ പ്രതീകങ്ങളാ നാടിന്റെ നായകന്മാരാകേണ്ടത്. ഇവിടെ
ഇവിടെ ഭരിക്കുന്നൊരു ഖത്താബിന്റെ മകൻ ഉമർ ക്രൂരനാണ് അദ്ദേഹമെന്ന് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങള് ഞാനാണ് ഉമർ എന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് പറഞ്ഞു, അടുത്ത ദിവസം നിങ്ങൾ ഉമറിന്റെ അരികിലേക്ക് വരണം, നിങ്ങളുടെ കാര്യം ഉമറിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തിരിച്ചു നടക്കുകയാ. അടുത്ത പ്രഭാതത്തിൽ ആ ഉമ്മ ഇറങ്ങി വന്നു ഖത്താബിന്റെ മകൻ ഉമറിനെ കാണാൻ. മദീനത്തുൽ മുനവ്വറയുടെ പ്രാന്തപ്രദേശത്ത് കൂടി നടന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്തെത്തിയപ്പോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ചോദിക്കുകയാണ്, എവിടെ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഭവനം, എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ആരോ കാണിച്ചു കൊടുത്തു, ഒരു കൊച്ചുകൂട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീട് കാണിച്ചു കൊടുക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഉമറിന്റെ വീടല്ല, നാടിന്റെ നായകന്റെ വീടാ എന്ന് പറഞ്ഞപ്പോ അത് തന്നെയാണെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ കഴിയാതെ ആ വീടിന്റെ മുന്നിൽ ചെന്നതെന്നോ എവിടെ ഉമറെന്ന് ചോദിച്ചപ്പോ അതാ ഇറങ്ങി വരുന്നു തലേ ദിവസം കണ്ട് അതേ മനുഷ്യൻ തന്നെ. ഈ ഉമ്മാക്ക് ലജ്ജ തോന്നി, അമളി പറ്റിപ്പോയതുപോലെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് ചോദിച്ചു, ഉമ്മ എത്ര ദിവസമായി നിങ്ങളെ മക്കള് പട്ടിണി കിടക്കുന്നു? എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, റബ്ബേ ഇത്രയും ദിവസം ആ മക്കള് പട്ടിണി കിടന്നിട്ട് അവരിങ്ങനെ കരയുമ്പോ, അവരെ കണ്ണുനീരുറ്റി വീടുമ്പോ, അല്ലാഹുവേ ഇതൊക്കെ എനിക്ക് എതിരായി ഭവിക്കില്ലേ എന്ന് പറഞ്ഞു കരയുകയാ ഉമറുൽ ഫാറൂഖ് തങ്ങള്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അത്രയും ദിവസത്തേക്കുള്ള ധാന്യമണികൾ കൊടുത്തിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പടച്ച റബ്ബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കപ്പെടുമ്പോൾ, അല്ലാഹുവിനെ ഓർമ്മ വരുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന, ഹൃദയം കിടുകിടാവിറക്കുന്നവർ അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ വിശ്വാസികളാണ് അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസിനെ അനന്തരമെടുക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ തേങ്ങിക്കരയുമായി. മഹാനായ ഉസ്താദ് പറയുന്നു, സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതായിരു കണ്ണുകൾ ക്ഷണം തന്നെ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ സമാന. ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തതിലൂടെ ദിന്നൂറൈൻ എന്ന പേര് ലഭിച്ച പ്രവാചകന്റെ നൂറാനിയത്തിന്റെ രണ്ട് പ്രതീകങ്ങളെ ജീവിത പങ്കാളികളാക്കാൻ അവസരം ലഭിച്ചതിലൂടെ ദിന്നൂറൈൻ എന്ന പേര് ലഭിച്ച ഇസ്ലാമിക ഭരണം 12 വർഷത്തോളം നിർവഹിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. എന്തിനെന്ന് ചോദിക്കുമ്പോ പറഞ്ഞിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടുന്നതിന് മുമ്പ് 50,000 ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകാനുണ്ട്. അതിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഖബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഖബറിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖബറിൽ പടച്ച റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് കണ്ണുനീര് വരികയാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അല്ലാഹ് എന്ന് ചിന്തിക്കുമ്പോഴേക്കും കണ്ണുനീരൊഴുകിയവരാ മുഅ്മിനീങ്ങള്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിന് പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ കടന്നു പോകുന്നു. നമ്മുടെ ഇടയിൽ പലരും കണ്ട നമുക്ക് നേതൃത്വം നൽകിയ SKSSFിനെ തലോടിയ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സമസ്തയുടെ മുശാവറക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വളരെ തുച്ഛം 4 അണയോ 8 അണയോ ഒക്കെ ലഭിക്കും. ഒരു ദിവസം അങ്ങനെ തിരിച്ചു വരുമ്പോ കോഴിക്കോട് ടൗണിൽ വെച്ചുകൊണ്ട് ഏതോ യാചകൻ കൈകാട്ടുക, ഭക്ഷണം കഴിക്കണം, വിശപ്പാണ്, കാഠിന്യമാണ്, പ്രയാസമാണ്. ഒന്നും ചിന്തിക്കാതെ കണ്ണിയത്ത് ഉസ്താദ് ആ പൈസ കൊടുത്തു. പിന്നെ ബസ്സിന് വരാൻ പൈസ ഇല്ലാതെ വന്നു. പ്രിയപ്പെട്ടവരെ നടന്നു വരേണ്ടി വന്നു. കണ്ണിയത്ത് ഉസ്താദ് നടന്ന് ഒരുപാട് വൈകിപ്പോയി. രാത്രി വളരെ വൈകി 12 മണിയോടടുത്ത സമയത്താണ് എന്റെ പള്ളിയിലേക്ക് എത്തുന്നത്. ഉസ്താദ് വന്ന ഉടനെ തന്നെ ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവരുന്ന സഹോദരൻ ഞെട്ടി എണീറ്റിട്ട് പാത്രത്തെ കഴുകി വെച്ചിട്ട് ഉസ്താദിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുക. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഭക്ഷണം റെഡിയാണ്, കഴിച്ചോളൂ. ഉസ്താദ് പറഞ്ഞു, അത്രേ എനിക്കിന്ന് ഭക്ഷണം ഇവിടെ ഹലാലല്ല, ഞാനിവിടെ ദർസ് നടത്തിയെങ്കിലേ എനിക്ക് ഭക്ഷണം ഹലാലാകും. ആ സഹോദരൻ കരഞ്ഞിട്ട് പറഞ്ഞു, അത്ര ഉസ്താദെ നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്,
അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയാൽ നാളെ നേരം പുലരുമ്പോ പ്രഭാതത്തിൽ എണീക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം. പറഞ്ഞു എനിക്ക് പേടിയാണ്, അല്ല എന്നോട് ചോദിക്കൂലേ എന്താടാ ദർസ് നടത്താതെ ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചു എന്ന്, എനിക്ക് വേണ്ട, ഞാൻ തന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണീർ കരയാ. ആ ഭക്ഷണം കൊണ്ടുവരുന്ന സഹോദരൻ കരയാൻ തുടങ്ങി. ഉസ്താദ് ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഉസ്താദ് പറഞ്ഞു എന്നാൽ ആ മുത്തഅല്ലിമീങ്ങളെ ഉറക്കെ വിളിച്ചു കൊണ്ടുപോവാ, ഞാനൊരു കിതാബ് ഓതി കൊടുക്കട്ടെ എന്ന്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തേങ്ങിക്കഴിഞ്ഞ മുഅ്മിനീങ്ങളാണ് അവരൊക്കെ. അള്ളാഹു അവരെ പാത പിന്തുടരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു കിതാബിന്റെ ഒരു പാഠം ഓതിക്കൊടുത്തിട്ടാണ് കണ്ണീത്ത് ഉസ്താദ് രാത്രി ഭക്ഷണം കഴിച്ചത്. ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും സൂക്ഷ്മതയുള്ളവർ അവരാ മുഅ്മിനീങ്ങൾ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്തുള്ള വലിയ ഒരു സമ്പന്നൻ, അദ്ദേഹം ഭയങ്കര സുഖലോലുപതയിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും ജീവിച്ചവനായിരുന്നു. ആ മനുഷ്യനെന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മകൾക്ക് ഭ്രാന്തിന്റെ അസുഖം വന്നു. ലക്ഷക്കണക്കിന് പൈസ പൊടിച്ചിട്ട് ചികിത്സിച്ചു, പക്ഷേ അസുഖത്തിന് ശിഫല്ല. അവസാനം ആരോ പറഞ്ഞു, വാഴക്കാട് കണ്ണിയത്ത് സാർ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞാൽ അവിടുന്ന് ദുആ ചെയ്താൽ നിങ്ങളെ പെണ്ണുമോൾക്ക് ശിഫ ലഭിക്കുമെന്ന് പറഞ്ഞു. പ്രതീക്ഷയോടെ വാഴക്കാട്ടേക്കോടി. പ്രിയപ്പെട്ടവരെ, കണ്ണിയത്ത് ഉസ്താദിനെ കണ്ടു. ഉസ്താദിനോട് പറഞ്ഞു, എന്റെ പെണ്ണുമോൾക്ക് മാനസിക വിഭ്രാന്തിയാണ്, ഭ്രാന്തിന്റെ ലക്ഷണങ്ങളാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് ചികിത്സ നടത്തിയിട്ടും എനിക്ക് നിരാശയാണ്. കണ്ണിയത്ത് ഉസ്താദ് കരമുയർത്തിയിട്ട് കരഞ്ഞു, അല്ലാഹ്, ഈ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വന്നത് ഞാനൊരു ദീനിന്റെ ഖാദിമാണെന്ന് വിശ്വസിച്ചിട്ടാ, ഞാൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ. നിരാശപ്പെടുത്തല്ല റബ്ബേ, അത് നിന്റെ ദീനിന് കോട്ടം വരുത്തും റബ്ബേ. അതുകൊണ്ട് ഉത്തരം നൽകണം, ഉത്തരം നൽകണം. ഈ മനുഷ്യന്റെ പൊന്നുമോൾ അസുഖത്തിന് ശിഫ കൊടുക്കണം. ദുആ ചെയ്തു. ആ മനുഷ്യൻ വീട്ടിൽ പോയി. പിന്നെ മകളിൽ മാനസിക വിഭ്രാന്തിയുടെ ഒരു ലക്ഷണം കാണുന്നില്ല. ഏതിന് അത്ഭുതമായി. ഇത്രയും ഭയങ്കര ഒരു പ്രതിഫലനം ഈ പ്രാർത്ഥനക്കുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. 2 ദിവസം പരിശോധിച്ചു, എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഒരു ലക്ഷണം കാണുന്നില്ല. പരിപൂർണമായിട്ട് ശിഫ ലഭിച്ചു എന്ന് ഉറപ്പു വന്നപ്പോ, ഏകദേശം ഒരു 10, 35, 40 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? 100ന്റെ 10 പുതിയ നോട്ടുകൾ എടുത്തു. 100ന്റെ 10 പുതിയ നോട്ട്. മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേക ആവേശമാണല്ലോ പുതിയ നോട്ടൊക്കെ കിട്ടാന്ന് പറഞ്ഞു. 1000 രൂപ വരും. എന്നിട്ട് വാഴക്കാട്ടേക്ക് പുറപ്പെട്ടു. കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അങ്ങ് ദുആ ചെയ്തു, എന്റെ പൊന്നുമോളുടെ അസുഖത്തിന് സമ്പൂർണ്ണ ശിഫ ലഭിച്ചു. അങ്ങേക്ക് സമ്മാനമായി ഹദിയായി ഞാനിതാ 1000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 100ന്റെ 10 നോട്ടുകൾ ഇതാ. അങ്ങേക്ക് ഉസ്താദ് വാങ്ങി മുഖത്തോട് ചേർത്ത് വെച്ചത് ചിന്തിച്ചു. നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും പണത്തോടുള്ള ആർത്തി എന്താണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്താണ്, ഒരാളെ ഹദിയ കൊടുത്ത ഹദിയെ ചിന്തിക്കും ആ മനുഷ്യന്റെ മനസ്സിന് കുളിർ ലഭിക്കാൻ. കണ്ണിയത്ത് ഉസ്താദ് അത് മുഖത്തോട് ചേർത്ത് വെച്ച് ചുംബിച്ചിട്ട് 100ന്റെ 10 നോട്ടുകളും തിരിച്ചു കൊടുത്തിട്ട് പറയുന്നു, സഹോദരാ, ഇത് ഞാൻ ഹറാമ് മണക്കുന്നുണ്ട്, എനിക്കിത് വേണ്ടടാ. ഇത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുവടാ, എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുവടാ എന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് തേങ്ങി തേങ്ങി തല കുനിച്ചിരുന്നിട്ട് കരയുകയായിരുന്നു. അത്രേ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അത് വാങ്ങി പോക്കറ്റിലില്ല ചെയ്തത്, ഹറാമ് മണക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹുവേ, അവരോടൊപ്പം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണമേ. കാസർഗോഡ് ജില്ലയിലെ തുരുത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തിയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ണിയത്ത് ഉസ്താദിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനോട് മരണപ്പെട്ടു. കണ്ണിയത്ത് ഉസ്താദ് ജനാദ കാണാൻ ചെന്നപ്പോ ആ മരണപ്പെട്ട പിതാവിന്റെ മൂത്ത മകൻ വന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാച്ച് കൊണ്ടുവന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിന് കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ പിതാവ് കെട്ടിയിരുന്ന വാച്ചാണ്, ഉസ്താദ് എടുത്തോളൂ. ഉസ്താദിന് തരലായിരിക്കും വാപ്പാക്ക് ഏറ്റവും ഇഷ്ടം. ഉസ്താദ് കൈ പുറകോട്ട് വലിച്ചു. കൈ കൊണ്ട് സ്പർശിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, സഹോദരാ, വാപ്പാക്ക് എത്ര മക്കളാണുള്ളത്? മക്കളെ എണ്ണം പറഞ്ഞെടുത്തിട്ട് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, വാപ്പ മരിക്കുമ്പോൾ ഇത് തെരിക്കത്താണ്, ഇത് അനന്തര സ്വത്താണ്, അവശേഷിപ്പിച്ച് പോയതാണ്. അതുകൊണ്ട് നിനക്ക് മാത്രമല്ല അവകാശമുള്ളത്, എല്ലാ മക്കൾക്കും അവകാശമുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ എനിക്കത് തന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്നെ കട്ടപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ വാച്ച് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് പ്രിയപ്പെട്ടവരെ ആ സഹോദരന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അത്രേ, അല്ലാഹ്,
നീ ചിന്തിക്കണം അല്ലാഹുവിനെ എന്ന് പറഞ്ഞിട്ട് തേങ്ങിക്കരഞ്ഞുപോയി. അവരാ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹ് വജലത് ഖുലൂബുഹും. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ പറഞ്ഞിട്ടുള്ളത്. നാം ആ ഗണത്തിലേക്ക് കടന്നു വരണം. SKSSFന്റെയും SYSന്റെയും പ്രവർത്തകരെ കണ്ണിയത്ത് ഉസ്താദാ നമുക്ക് വഴി കാണിച്ചിട്ടുള്ളത്. നമ്മെ തലോടിയത് കണ്ണിയത്ത് ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മഹാനായ സൈനുൽ ഉലമ, ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയ സൈനുൽ ഉലമ, ഞാൻ ഓർത്തുപോകുന്ന ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രിയപ്പെട്ടവരെ ഏകദേശം 3 വർഷമായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മഹല്ലിൽ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ കാലിയാകുന്ന ചടങ്ങിലേക്ക് മഹാനായ സൈനുൽ ഉലമയെ കൊണ്ടുവന്നു. സൈനുൽ ഉലമ അന്നേ ദിവസം അവിടുത്തെ ഒരു സഹോദരന്റെ വീട്ടിൽ താമസിക്കുകയാണ്. രാത്രി ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ സൗകര്യമൊരുക്കി കൊടുത്തപ്പോ വലിയ ബെഡുണ്ട്, ഏറ്റവും വലിയ സൗകര്യമുണ്ട്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് കട്ടിലിന്റെ താഴെ തന്റെ മേൽത്തട്ടം വിരിച്ചിട്ടോ പ്രിയപ്പെട്ടവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ വീടിന്റെ ഉടമസ്ഥൻ വാതിലിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഉസ്താദിന് ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കാൻ ചെന്നപ്പോ ഉസ്താദ് തസ്ബീഹ് മാല മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് ഉസ്താദിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോ കരങ്ങൾ ഉയർത്തിയിട്ട് ഇങ്ങനെ അല്ലാ അല്ലാ എന്ന് വിളിച്ചിട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര പരിപാടികൾ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ തനിക്ക് ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലാതെ തന്റെ റബ്ബിലേക്ക് പ്രിയപ്പെട്ടവരെ മനമുരുകിയിട്ട് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാതെ മഹാനായ ഉസ്താദ് ഉറങ്ങിയിരുന്നില്ല. ആ വീടിന്റെ ഉടമസ്ഥൻ പറയുന്നു, രാവിലെ 4 മണിക്കാ പുലർച്ചെ 4 മണിക്കാ ഉസ്താദിന്റെ അവസ്ഥ എന്തെന്നറിയാൻ ചെന്ന് നോക്കിയപ്പോ അപ്പോഴും പ്രിയപ്പെട്ടവരെ തന്റെ മേൽത്തട്ടം വിരിച്ചിട്ടോ അവിടെ സുജൂദിൽ വീട് കരയുകയായിരുന്നു. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹ് വജലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മുഅ്മിനീങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവരാ ഫിർദൗസിനെ അനന്തരം എടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുകയാണ് ഏറ്റവും നല്ല വിശ്വാസികളുടെ സ്വഭാവമെന്ന് പറയുന്നത് അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും ഭക്തിയും പേടിയും അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചും ജീവിക്കുന്നവർ നിസ്കാരത്തിൽ ഭക്തി കൂടിയുള്ളവരാണ്. എന്നാൽ ചില നിസ്കാരക്കാർക്ക് നരകണ്ട് എന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നവർക്ക് ആ നരകം. എങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയോടെ നിസ്കരിക്കുന്ന ആളുകൾ. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഈ സാഹൂൻ എന്ന് പറയുന്ന നിസ്കാരക്കാര് വിവിധ തരത്തിലാണ്. ഒന്നാമത് പറയുന്നവർ അവർ ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കില്ല. ഇത് അശ്രദ്ധയാണ്. മഗ്രിബ് നിസ്കരിക്കും, പക്ഷെ ഇശാഇന് അവർ നിസ്കരിക്കുന്നുണ്ടാവില്ല, സുബഹി നിസ്കരിക്കുന്നില്ല. ചില നിസ്കാരങ്ങളൊക്കെ, ചില നിസ്കാരങ്ങളിൽ അശ്രദ്ധയാണ്, ചില നിസ്കാരങ്ങൾ ശ്രദ്ധയുണ്ട്. ഇവർക്കാ നരകം. അല്ലാഹു കാക്കട്ടെ. മറ്റൊരു വിശദീകരണം പറഞ്ഞത് അവർ നിസ്കരിക്കും, പക്ഷേ സമയത്തിന്റെ അവസാനത്തേക്ക് ചിന്തിക്കും. ആദ്യത്തെ സമയം ഉണ്ടെങ്കിൽ അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ അഹബ്ബുൽ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്താ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അസ്സലാത്തു അലാ അവ്വലി വഖ്തി, നിസ്കാരം സമയത്തിന്റെ ആദ്യത്തെ നിർവഹിക്കുക. എന്നാൽ ളുഹറിന്റെ സമയത്തിന്റെ ആദ്യത്തെ നിസ്കരിക്കാൻ സമയമുണ്ട്, പക്ഷെ അത് അസർ വരെ ഇങ്ങനെ ചിന്തിപ്പിച്ച് അസറിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു ഉളൂ ചെയ്യും. ളുഹറൊന്ന് പെട്ടെന്ന് നിസ്കരിക്കും, എന്നിട്ട് പിന്നെ അസർ ഉടനെ തന്നെ നിസ്കരിക്കും. ഒരു കാരണമില്ലാതെ, ചിലപ്പോ ഉറക്കിൽ പെട്ടു, അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ യാത്രയിൽ പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള കാരണമുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും. പക്ഷെ ഒരു കാരണമില്ലാതെ ചിന്തിപ്പിച്ചാൽ, അശ്രദ്ധയോടെ ചിന്തിപ്പിച്ചതാണെങ്കിൽ അവർക്ക് നരകം. അള്ളാഹു കാക്കട്ടെ. മൂന്നാമതൊരു അഭിപ്രായം പറയുന്നത് നിസ്കരിക്കണൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നിസ്കരിക്കും, പക്ഷെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദൊന്നും അറിയില്ല, അതിലൊന്നും ശ്രദ്ധയില്ല. എത്ര ഷർത്തുണ്ട് എന്ന് ചോദിച്ചാൽ അതൊക്കെ പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം എന്ന് പറയും. എത്ര ഫർദുണ്ടെന്ന് ചോദിച്ചാൽ സദർസ്ഥാനങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു, അതൊക്കെ പരീക്ഷയ്ക്ക് കോപ്പിടിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല. പിന്നെയോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ട് 3 വല്യന്മാരിങ്ങനെ നിസ്കരിക്കുക, അതിൽ ഒരു വല്യമാർക്ക് ശരിക്കും നിസ്കാരം അറിയുള്ളൂ. ബാക്കി വല്യന്മാർ പറഞ്ഞു ഞങ്ങൾ നിസ്കാരം പരിചയമില്ലാത്ത ആളുകളാണ്, അത് ഞങ്ങൾ നിസ്കരിക്കണം. അപ്പൊ പറഞ്ഞു ഒരു പേടി പഠിക്കണം, ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ആ വല്യമ്മ മുന്നിൽ ഇമാമായിട്ട് നിസ്കരിക്കുകയാണ്. ആ വല്യമ്മ ചെയ്യുന്നത് പോലൊക്കെ ബാക്കിലുള്ള വല്യമ്മമാർ ചെയ്യുന്നുണ്ട്. ആ വല്യമ്മ സുജൂദ് ചെയ്തപ്പോ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നത്രേ, ആ വല്യമ്മ വീണുപോയി. അപ്പൊ പുറകില്ലാണ്ട് ആളുകളും വീണു ശരീരത്തിൽ പരിക്ക് പറ്റിയ.
ഇങ്ങനെ ചില നിസ്കാരക്കാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യുന്ന നിസ്കാരമല്ല യഥാർത്ഥ നിസ്കാരം. പിന്നെ കേരളീയ സമൂഹത്തിന് നിസ്കാരത്തിന്റെ ഷർത്തും ഫർമും പഠിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറയാനും പറ്റില്ല. ഇഷ്ടംപോലെ മദ്രസകൾ, ഇഷ്ടംപോലെ പള്ളി ദർസുകൾ, അറബിക് കോളേജുകൾ, ഇസ്ലാമിക് ലൈബ്രറികൾ, ഇസ്ലാമിക പഠന സംഗമങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന് ഷർത്തും ഫർദൊക്കെ കൃത്യമായി സുന്നത്തുകളൊക്കെ മനസ്സിലാക്കി നിസ്കരിക്കണം. അവരാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖശൂൻ, ഭക്തിയുള്ള നിസ്കാരക്കാർ, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് സ്വർഗ്ഗം അനന്തരം എടുക്കുന്നവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണം. അതേ വിശദീകരണം പറയുമ്പോ മറ്റൊരായത്ത് കൂടി പറയുന്നുണ്ട്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. എന്നെങ്കിലും ഭക്തിയോടെ ഏതെങ്കിലും ഒരു വക്ത് നിസ്കരിക്കുന്നവരല്ല, റമളാൻ മാസത്തിൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരല്ല, നിസ്കാരം പതിവാക്കുന്നവരാണ്. അല്ല സ്വലവാതിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തിൽ കൃത്യമായ സൂക്ഷ്മതയുണ്ട്, ഒരു വക്ത് ഒഴിവാക്കൂല. അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് വിശ്വാസികൾ, അവർക്ക് ആ പ്രതീക്ഷ. എന്തെങ്കിലും നിസ്കരിച്ചാലൊന്നും പ്രതീക്ഷ കിട്ടൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ വിശ്വാസിയല്ല. അൽ ഫർഖു ബൈനൽ ഈമാനി വൽ കുഫ്രി അസ്സലാ, അൽ ഫർഖു ബൈനൽ ഈമാനി വൽ കുഫ്രി അസ്സലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും സത്യനിഷേധത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് അസ്സലാ, നിസ്കാരമാണ്. ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ സത്യവിശ്വാസത്തിന്റെ പടിക്ക് പുറത്താണ്. അതുകൊണ്ട് വിശ്വാസികളാണോ നിസ്കാരം കൃത്യമായിരിക്കും. നിസ്കാരം ഒരു ഭാരമായിട്ട് തോന്നൂല, അതിന്റെ ജീവിതത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറിയിട്ടുണ്ടാവും. അച്ഛനെ എനിക്ക് നിസ്കരിക്കണ്ടേ എന്നൊരു ചിന്തയുണ്ടാവില്ല. യാത്ര പോകുമ്പോ നിസ്കാരമില്ല, ഒരു കല്യാണം വന്നോ അന്ന് നിസ്കാരമില്ല, ഒരു സൽക്കാരം വന്നോ അന്ന് നിസ്കാരമില്ല. ഇവർ മുഅ്മിനീങ്ങളല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ കൊണ്ട് ചിന്തിച്ചു നോക്കൂ, ഏതെങ്കിലും കുടുംബത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ നിസ്കാരം ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമല്ലേ. മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം പ്രതീക്ഷ കൊടുക്കുന്നത്. പിന്നെയും ഖുർആൻ പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിലൂൻ. അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ടോ? അനാവശ്യ വാക്കുകളിൽ നിന്നോ, അനാവശ്യ കേൾവികളിൽ നിന്നോ, അനാവശ്യ ചിന്തയിൽ നിന്നോ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആര് മാറി നിൽക്കുന്നുവോ അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. ആ മുഅ്മിനീങ്ങൾക്കാണ് വിജയമുള്ളത്. ആ മുഅ്മിനീങ്ങളാണ് സ്വർഗ്ഗം അനന്തരം എടുക്കുന്നത്. ആ വിശ്വാസികളാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രതീക്ഷയോടെ ആനയിക്കപ്പെടുന്നത്. അനാവശ്യ വാക്കുകളിൽ നിന്ന് പിന്മാറുന്നവർ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും റഖീബും അതീദും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വാക്കും റഖീബ് അതീദ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് നന്മ വർദ്ധിപ്പിക്കുക, തിന്മ ഒഴിവാക്കുക. ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പരിഹാസത്തിൽ പറയാറുണ്ട്, അത്രേ ഞങ്ങൾ എന്തെങ്കിലും തിന്മ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട്, ഇറക്കി പറ്റിയത് ഇതിന് തെറ്റാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവർ, അതൊക്കെ വെറുതെ അങ്ങനെ പറഞ്ഞു നടക്കാന്നല്ലാതെ അതും തിന്മ കൂടാനുള്ള കാരണമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനാവശ്യ വാക്കുകൾ പെരുപ്പിക്കുന്നതിന് പകരം ഖുർആൻ ഇങ്ങനെ ഓതി വെക്കൂ, ഒരു ഹർഫിൽ 10 ഇരട്ടി കൂലിയാണ്. ഞാൻ പറയില്ല, ലോകത്ത് ഒരിക്കലും കളവ് പറയാത്ത ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദുൽ മുസ്തഫ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു അക്ഷരമാരെങ്കിലും ഓതിയാൽ അവനക്കൊരു നന്മയുണ്ട്. ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 ഇരട്ടിയാണ്. അലിഫ്ലാമീം എന്നുള്ളത് ഒരു അക്ഷരമായിട്ട് ഞാൻ എണ്ണൂല. അലിഫ് 1, ലാം 1, മീം വേറെ, 3 അക്ഷരം 30 ഇരട്ടി കൂലിയാണ്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. റസൂലുള്ള മിഹ്റാജിന്റെ രാത്രിയിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ? സ്ത്രീകളെ. ഞാനല്ല പറഞ്ഞു, നിങ്ങളാട്ടി പറഞ്ഞത്. റസൂല പറഞ്ഞ നിങ്ങൾ ശരിക്കും പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെടുന്നു. എന്താ കാരണം? എന്നാൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളിപ്പോ ഒരു സർവേ നടത്തണം, ഈ നാട്ടിൽ കൂടുതൽ ഖുർആൻ ഓതുന്ന ആൾക്കാരാരാണ്? പുരുഷന്മാരോ സ്ത്രീകളോ? എന്താ പലരും അടി? സ്ത്രീകളല്ലേ. ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്നതാരായിരിക്കും? സ്ത്രീകളായിരുന്നു. ഇപ്പൊ അങ്ങനല്ലേ? ഇപ്പൊ സ്ത്രീകളുടെ സ്വഭാവം മാറിയിട്ടുണ്ടല്ലേ? കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൃത്യമായി നിസ്കരിക്കുന്നതും സ്ത്രീകളായിരിക്കും. പുരുഷന്മാരിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സ്വഭാവമായിരിക്കും. പക്ഷെ സ്ത്രീകളെ നരകത്തിൽ കൊള്ളും. എന്താണെന്നറിയോ? അവരെ നാവ് സൂക്ഷിക്കുന്നതിൽ വളരെ പുറകിലാണ്. അവർ സ്വന്തം പങ്കാളിയെ ശപിക്കുന്നതിൽ തൽപരരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ഈ സദസ്സിനോട് ചോദിച്ച് ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്നത് സ്ത്രീകളായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു തരുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് കേൾക്കണോ? താരീഖുൽ അറബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ഉമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഉമ്മയുടെ സ്വഭാവം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ആ ഉമ്മ തന്നെ 3 മക്കളോടുകൂടെ ഹജ്ജിന് പോകുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ യാത്രാ സംഘം ഒരു പ്രത്യേക സ്ഥലത്തിറങ്ങി വിശ്രമിക്കുകയാണ്. വിശ്രമം അങ്ങനെ നീണ്ടുപോയി. എല്ലാവരും ക്ഷീണിതരായിരുന്നു. ക്ഷീണിതരെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അന്നൊന്നും നടന്നിട്ടല്ലാതെ ഹജ്ജിന് പോകാതെ കഴിയില്ല. ഹജ്ജിന് നടന്നു പോകുന്നു. അറഫയും മിനയും മുസ്ദലിഫയും ഒക്കെ നടന്ന് കൈകാലുകൾക്ക് ഏറ്റവും വലിയ വേദനയാണ്. തവാഫും സഅയും നടന്ന് ചെയ്തിട്ടോ അതിലേറെ ക്ഷീണിതരാണ്. തിരിച്ചു വരുമ്പോഴും നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാത്രാ സംഘം ഇറങ്ങി വിശ്രമിച്ചു. വിശ്രമം തുടങ്ങിയപ്പോഴേ എല്ലാവരും ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കം ഒരുപാട് നേരം കഴിഞ്ഞു. ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് യാത്ര വീണ്ടും തുടർന്നു. പക്ഷേ ഈ ഉമ്മയെ കൊണ്ടുപോകാൻ മറന്നു. ഉമ്മ അവിടെ മൂടുപടം വെച്ചിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് അവിടെ ഇരുന്നു. ദിവസം 1, 2 ഒക്കെ കഴിഞ്ഞു. ആരും കാണാനില്ല. ഒരു വിജയമായ സ്ഥലം. 3 ദിവസം കഴിഞ്ഞപ്പോ അതാ ഒട്ടകപ്പുറത്തൊരു സഹോദരൻ വരുന്നു. ആ സഹോദരൻ ഈ മൂടുപട വെട്ടിരിക്കുന്നത് ഒരു സ്ത്രീ രൂപമാണ്, അത് മുസ്ലിം രൂപമാണെന്ന് മനസ്സിലാക്കിയപ്പോ പറഞ്ഞു, അസ്സലാമു അലൈക്കും. അങ്ങനെയാണല്ലോ, അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. 2 അർത്ഥത്തിൽ പറയും. ഒന്ന് ആത്മാർത്ഥമായിട്ട് സലാം പറയും, ഒന്ന് പിന്നെ അസ്സലാമു അലൈക്കും. അവരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സലാം പറയാറുണ്ട്. ഏതർത്ഥത്തിലാണെങ്കിലും ആ സഹോദരി തിരിച്ചു പറഞ്ഞത് എങ്ങനെയെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനിലെ വചനം ഓതിയിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, രക്ഷിതാവിൽ നിന്നുള്ള രക്ഷാവചനം അങ്ങേക്കുമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെടുത്തുകയാണ്. ഖുർആന് കൊണ്ട് സംസാരിക്കാൻ. ഈ സഹോദരൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞു അത്രേ, വഴിതെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? വഴിതെറ്റി വന്നതാണ്. വീണ്ടും ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്, എവിടേക്കാ പോകുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നോ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് എന്റെ അടിമയെ യാത്രയാനം ചെയ്യിച്ച തമ്പുരാന് പരിശുദ്ധനത്രേ എന്നർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹജ്ജിന്റെ വേളയായിരുന്നു. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കൊടുത്തു. സഹോദരൻ അത്ഭുതത്തോടെ നിൽക്കുക. എന്ത് ചോദിച്ചാലും ഖുർആൻ എന്നെ ചോദിച്ചു, നിങ്ങൾ എന്താ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഖുർആൻ മറുപടി പറഞ്ഞത്. ആ സഹോദരി അപ്പോഴും ഖുർആൻ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഉച്ചരിക്കുന്ന ഓരോ വാക്കും റഖീബും അതീദും രേഖപ്പെടുത്തുന്നുവെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? രേഖപ്പെടുത്തുന്നതൊക്കെ ഖുർആനാകട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉമ്മമാരെ ഇങ്ങളൊന്ന് ചിന്തിക്കും. അങ്ങനെ രേഖപ്പെടുത്തുന്നൊക്കെ ഖുർആനായാൽ നന്മയുടെ ഭാഗം കനം തൂങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തമായ സ്വർഗീയ ജീവിതമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് എന്റെ നന്മ വർദ്ധിക്കാനാണ് എന്നാ ഉമ്മ ഖുർആൻ ഓതിയിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ വന്നെത്തിയിട്ടോ? അപ്പോഴും പറഞ്ഞു, സലാസലയാലിൻ സവിയ, 3 രാവുകൾ പൂർണ്ണമായി. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ആ സഹോദരൻ 3 ദിവസമായി. ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എന്താ ചെയ്യണത്? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, ഭക്ഷണം തരുന്നതും വെള്ളം കുടിപ്പിക്കുന്നതും പ്രപഞ്ചത്തിന്റെ തമ്പുരാനായ അല്ലാഹുവല്ലേ. അല്ലാഹു എനിക്ക് തന്നോളും, അതുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല, അല്ലാഹു തരുന്നവനാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, ഇവിടെ ഒരു ഭക്ഷണം കാണാൻ, പിന്നെ നിങ്ങൾ എന്ത് അല്ലാഹു തരുന്നോ പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു വൈകുന്നേരം വരെ നോമ്പെടുത്തോളൂ എന്ന് ഖുർആനിലുള്ള പറഞ്ഞിട്ടില്ലേ? നോമ്പെടുത്തിട്ടാ ജീവിക്കുന്നത്. അപ്പൊ ഈ സഹോദരന് പിടുത്തം കിട്ടി. ചോദ്യം ഖുർആനാക്കി. ചോദ്യം ഖുർആൻ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. യാത്രക്കാരാണെങ്കിൽ അന്ന് നോമ്പെടുക്കേണ്ട, മറ്റു ദിവസം നോമ്പെടുത്താൽ മതി എന്നല്ല അല്ലാഹു പറഞ്ഞു. യാത്രക്കാരിയാണ് 3 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നോമ്പെടുക്കും. ഇതെന്താ ഖുർആൻ ഓതിയിട്ട് അതിനെതിരെ ചെയ്യും. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? ഇപ്പൊ എന്താ പറയാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിൽച്ചു പോകും. ആ സഹോദരി പകരയില്ല, ഓതിക്കൊടുത്തു. വിവരമുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് ഖൈറ്, യാത്രക്കാരാണെങ്കിലും എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? ബോധമുണ്ട്, വിവരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഈ സഹോദരൻ മുട്ടുമടക്കി പോയി. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവർ? എന്തുകൊണ്ടാണ് ഇവർ ഈ ജീവിത രീതി സ്വീകരിച്ചത്? വല്ലദീനഹും അനില്ലഹ്വി മുഅ്രിദൂൻ. അനാവശ്യ വാക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ സഹോദരനൊക്കെ ചോദിച്ചു, എന്നാൽ നിങ്ങൾ ഇത്ര മഹാസംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി, നിങ്ങളെ യാത്രാ സംഘത്തിൽ ഞാൻ എത്തിച്ചു തരാം, നിങ്ങൾ യാത്രക്കൊരുങ്ങണം. അപ്പോഴും ആ സഹോദരി പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ യാത്രക്കൊരുങ്ങിക്കോളോ, യാത്രാ ഒരുക്കു സാധനങ്ങൾ ഒരുക്കി വെച്ചോളൂ. പക്ഷേ യാത്രാ ഒരുക്കു സാധനങ്ങളിൽ ഏറ്റവും ഹൈറായ തഖ്വയാണ്. തഖ്വയുണ്ടോ? നിങ്ങളെ കൂടെ ഞാൻ വരാം. തഖ്വയോടെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ മാർഗം പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഈ ഒട്ടകപ്പുറത്ത് നിങ്ങൾ കയറിക്കോളൂ. ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ സഹോദരി ഓതിക്കൊടുത്തു, മുഅ്മിനീകളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അന്യ സ്ത്രീകളെ കണ്ടാൽ കണ്ണടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒട്ടകപ്പുറത്ത് കയറുമ്പോ നിങ്ങൾ കണ്ണടച്ചിരുന്നെങ്കിലേ ഞാൻ ഒട്ടകപ്പുറത്ത് കയറുള്ളൂ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറുമ്പോ ഈ സഹോദരൻ കണ്ണടച്ചു നിന്നു. ഒട്ടകപ്പുറത്ത് കയറുമ്പോ ആ സഹോദരി വീണുപോയി. സഹോദരന് വല്ലാത്ത ബേജാറും പേടിയും. അപ്പോൾ ആ സഹോദരി നമുക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുന്നുണ്ടെങ്കിൽ ആ വിപത്തുകളൊക്കെ നിങ്ങളുടെ കയ്യെഴുത്ത് മോശമായത് കൊണ്ടാണ്, അത് നിങ്ങൾ ബേജാറാവുന്നുണ്ട്. പിന്നെ ഒരു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനം കയറുമ്പോ ചൊല്ലാൻ പറഞ്ഞ ഖുർആനിക ആയത്ത്, ഇത് ഞാൻ ചൊല്ലാൻ മറന്നതാണ്, അള്ളാഹുവിൽ നിന്ന് എനിക്ക് ശിക്ഷ വരാൻ കാരണം എന്ന് പറഞ്ഞെടുക്കുക. കാരണം അന്നത്തെ സ്ത്രീകൾക്കൊന്നും അങ്ങനെ ഒട്ടകപ്പുറത്തൊന്നും കയറി പരിചയമില്ലായിരുന്നു. അതുകൊണ്ടാണ് കയറുമ്പോഴേക്കും ഓണ് പോയത്. ഇന്നത്തെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെക്കാൾ ഒട്ടകപ്പുറത്തല്ല ആനപ്പുറത്തൊക്കെ കയറാൻ പരിചയമായിരിക്കും. എന്താ പറയാത്തായിരിക്കും. ആർക്കാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞെങ്കിൽ ആർക്കാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ സഹോദരി സുബ്ഹാനല്ലാഹി തഖല്ലന എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ കയറി. ഒട്ടകത്തെ തുളിക്കാൻ തുടങ്ങി. ഒട്ടകം വേഗതയിൽ നടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഒട്ടകം വേഗതയിൽ നടന്നു പോകാൻ തുടങ്ങിയപ്പോ ആ സഹോദരി ഓതിക്കൊടുത്തു, വേദനയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, നടത്തത്തിൽ മിതത്വം പാലിക്കണം, ശബ്ദം താഴ്ത്തണം, ഈ ശബ്ദം കൈതയുടെ നമുക്ക് ഖുർആൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പതുക്കെ പോയാൽ പോരെ. ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ. അങ്ങനെ പതുക്കെ ഒട്ടകത്തെ തുളിക്കാൻ തുടങ്ങി. ഈ സഹോദരൻ ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കാൻ, നിങ്ങളെ തറവാട് ഏതാണെന്ന് പറഞ്ഞുതരും, നിങ്ങളെ മേൽവിലാസം ഒന്ന് പറഞ്ഞു തരോ?
അപ്പോൾ ഓതിയ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. തറവാടും ഉപഗോത്രങ്ങളും ഗോത്രങ്ങളും ഒക്കെ അല്ലാഹ് തിരിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് സ്ഥാനമുള്ളത് തഖ്വയുള്ളവർക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ? തറവാടിന്റെ പേരും പ്രശസ്തിയും പെരുമയുമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് തറവാടൊന്നും എന്നോട് ചോദിക്കണ്ട. സഹോദരി പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചോദിക്കുന്ന ഭർത്താവിന്റെ പേരൊന്ന് പറഞ്ഞു എന്തെങ്കിലും ചെറിയ അഡ്രസ് ഉണ്ട്. ഭർത്താവിന്റെ പേര് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ സഹോദരിയുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞു. ഓതാൻ തുടങ്ങിയ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഉകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വെളിവാക്കി തന്നാൽ, വ്യക്തമാക്കി തന്നാൽ സങ്കടം വരുന്ന, വേദനയുണ്ടാകുന്ന കാര്യങ്ങൾ ചോദിക്കരുതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? ഭർത്താവ് മരിച്ചുപോയിരുന്നു അത്ര, അത് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ വേദനിപ്പിക്കുന്ന ചോദ്യം ചോദിക്കല്ല. മലയാളത്തിലല്ല പറഞ്ഞത്, അതല്ലെങ്കിൽ അവരുടെ ഗ്രാമീണ ഭാഷയിലല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഖുർആൻ ഓതിട്ട് പറയാ. അല്ലാഹുവേ, എന്തൊരു അത്ഭുതം. അപ്പൊ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചോദിച്ചതാണ്, എനിക്ക് പൊരുത്തപ്പെട്ടു എന്നും ഖുർആൻ. ഈ ദിവസത്തിൽ പ്രതികാരമില്ല സഹോദര, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുമെന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനം ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരൻ വീണ്ടും ചോദിച്ചിരുന്ന മക്കളുണ്ടോ? എങ്കിലും ഒരു ചെറിയൊരു പിടിവള്ളി വേണ്ടേ? മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒതുക്കൊടുക്കുന്നു, സമ്പത്തും സന്താനങ്ങളും ഭൗതിക സുഖാഡംബരങ്ങളല്ലേ. മക്കളുണ്ട് എന്നർത്ഥത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചോദിച്ചിരുന്ന മക്കളെ പേരൊന്ന് പറഞ്ഞു തരുമോ? നമ്മളാണെങ്കിൽ എന്താ പറയാ, മുഹമ്മദ്, അഹമ്മദ്, പോക്കര് എന്നൊക്കെ പറയും. ആ സഹോദരി ഖുർആൻ ഓതിട്ട് ഓരോ മക്കളെ പേരും പറയാം. മക്കളെ പേരെന്ന് പറഞ്ഞു തരാ. അവിടുന്ന് പറഞ്ഞു, ഇബ്രാഹിം ഖലീല, അല്ലാഹു ഇബ്രാഹിം നബി ആത്മമിത്രമാക്കി എന്ന് പറഞ്ഞുവല്ലോ. ഒന്നാമത്തെ മകൻ ഇബ്രാഹിമാണ്. ഈ മക്കളുണ്ടോ? പറഞ്ഞു, കല്ലമല്ലാഹു മൂസാ തക്ലീമാ, രണ്ടാമത്തെ മകൻ മൂസയാണ്. ഇനി മക്കളുണ്ടോ? യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യാ ഈ ഗ്രന്ഥത്തെ ശക്തമായൊന്ന് സ്വീകരിച്ചാലും. മൂന്നാമത്തെ മകൻ യഹ്യാണ്. ഇനി മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മറുപടിയില്ല. അവ മനസ്സിലാക്കി, മറുപടി ഉണ്ടെങ്കിൽ ഖുർആനോട് വന്നിട്ടുണ്ടായിരിക്കും മക്കളുണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോയി യാത്രാ സംഘത്തെ, കാഫില സംഘത്തെ കൺമുന്നിൽ കണ്ടു. ഓടി ചെന്നിട്ട് ഈ സഹോദരൻ ചോദിച്ചു, ഇതിൽ ഇബ്രാഹിമുണ്ട്, മൂസയുണ്ട്, യഹ്യയുണ്ടോ? ഒരു ചാടിയ നീറ്റ്, എന്തേ? നിങ്ങളുടെ ഉമ്മ ഇതാ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഉമ്മ മക്കളോട് പറയുന്നതും ഖുർആൻ, സൂറത്തുൽ കഹ്ഫിലെ വചനമോദിയിട്ട് പറയുന്നു, നിങ്ങളിൽ ഒരാളെ ഈ വെള്ളി നാണയങ്ങളുമായി അങ്ങാടിയിലേക്ക് അയക്കണം. എന്തിന്? എന്തെങ്കിലും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി ഈ മനുഷ്യനെ നിങ്ങൾ സൽക്കരിക്കണം. നല്ല ഒരു പ്രവർത്തനമാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. എന്തൊരത്ഭുതമാണ്. അങ്ങാടിയിലേക്ക് മക്കളിൽ ഒരാൾ പോയപ്പോ ഈ സഹോദരൻ ചോദിച്ചു, നിങ്ങളെ മട അവസ്ഥ എന്താ? പറഞ്ഞു, 40 വർഷമായിട്ട് ആ നാവിലൂടെ ഖുർആനല്ലാതെ വന്നിട്ടില്ല. എന്താ അതിന് കാരണം? ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരാണ് മുഅ്മിനീങ്ങൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. എന്നാൽ നമ്മളോ നേരം പുലർന്ന് വൈകുന്നേരം വരെ ഗീബത്തും നമീമത്തും കളവും വഞ്ചനയും ചതിയും അസൂയയും അഹങ്കാരവും അഹന്തയും ലോകമാന്യതയും കുരുട്ടും പോരും ഇങ്ങനെ നടക്കുകയില്ല. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനിൽ മുഫ്ലിസു, മുഫ്ലിസ് ആരാണ്? പാപ്പരായ ആള് ആരാണെന്ന് നിങ്ങൾക്കറിയോ? പാപ്പരായ ആളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ക്ഷീണവും പ്രയാസവും പൊട്ടിപ്പാളിസായ ആളെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. സഹാബാക്കൾ പറഞ്ഞു, ദീനാറും ദിർഹമും ഒന്നും ഇല്ലാത്ത ആളല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയല്ല. നാളെ മഹ്ശറാബൻ ഭൂമിയിൽ മീസാൻ തുലാസിന്റെ അരികിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യന്റെ നന്മകളുടെ തൊട്ടോ അവൻ അനാവശ്യ വാക്കുകൾ പറഞ്ഞു, ഗീബത്ത് നമീമത്ത് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർ കടുത്തു കൊടുക്കുന്നതാണ്. ഇവന്റെ നന്മകൾ കഴിഞ്ഞാലോ പിന്നെ അവരെ പിൻപെടുത്തിട്ട് ഇവർക്ക് ഇങ്ങോട്ട് കൊടുക്കും. ഇവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നാവ് വളരെ പ്രധാനപ്പെട്ടവ. ഓരോ പ്രഭാതത്തിലും നാവിനോട് മറ്റു അവയവങ്ങൾ വന്ന് പറയട്ടെ, ഇത്തക്കില്ല നാവെ, ഈ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ ഞങ്ങളൊക്കെ അള്ളാനെ സൂക്ഷിക്കുന്നവരായി. നീ അള്ളാനെ സൂക്ഷിക്കാതിരുന്നാൽ പിന്നെ ഞങ്ങളെ കാര്യം എടുക്കാനില്ല. ഇതെല്ലാ അവയവങ്ങളും നാവിനോട് പറയട്ടെ.
നാവ് എല്ലില്ലാത്തൊരവയവാ. പക്ഷെ പറയും നാവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ സ്വർഗം. രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ള ഒരവയവവും രണ്ട് കാൽത്തുടയുടെ ഇടയിലുള്ള ഒരവയവവും നന്മയിലെ ഉപയോഗപ്പെടുത്തൂ എന്ന് ഉറപ്പു തന്നാൽ ഞാൻ സ്വർഗത്തിൽ അവന്റെ സ്പോൺസറാകും, അവന്റെ കഫീലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നാവ് വളരെ പ്രധാന. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകമുള്ളത് ആർക്കാ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ പറയുകയാണ്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പരിഹസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ നരകം. അതുപോലെ തന്നെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നവർ, അവർക്ക് സർവനാശമുണ്ടെന്ന് ഖുർആൻ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമൻ. ഒരിക്കലും തന്നെ നമീമത്ത് പറയുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രദ്ധിച്ചോളൂ. എന്നാൽ അവർ മുഅ്മിനീങ്ങളാണ്. അല്ലദീന യദ്ഖുലുൽ ഫിർദൗസ്. അവർ ഫിർദൗസിലെ അനന്തരമെടുക്കുന്നവരാണ്. പിന്നെയും പറയുന്നു, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്തിനെ കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്. ഇതിലാർക്കാ ശ്രദ്ധയുള്ളത്? നിങ്ങൾ ചിന്തിച്ചു. നിസ്കാരം 5 വക്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിലും സകാത്ത് കൊടുക്കൂല. അനസ് റളിയല്ലാഹു അൻഹു പറയണം, ഖുർആനിലെ 3 സന്ദർഭങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവിടുത്തെ റസൂലിനെയും അനുസരിക്കണം. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടെ ഒരാൾ 100% അള്ളാഹ് അനുസരിച്ചു, പക്ഷെ 50% റസൂലിനെ അനുസരിച്ചു. ഈ അനുസരണയെ കുറിച്ച് ഒറിജിനൽ അനുസരണം എന്ന് പറയില്ല. രണ്ടും 100%. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. 100% അള്ളാഹ്ക്ക് നന്ദി ചെയ്തു, മാതാപിതാക്കൾക്ക് ഒട്ടും നന്ദി ചെയ്യണില്ല. ഇത് ഒറിജിനൽ നന്ദിയല്ല. രണ്ടും 100%. ഇതാണ് ഈ ബന്ധത്തിനെ കുറിച്ച് അനുസരണ പറയാം. മറ്റൊന്ന്, മൂന്നാമത്തെ സന്ദർഭം, നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം, അതുപോലെ തന്നെ സക്കാത്തിനെയും കൊടുത്തു വെട്ടണം. നിസ്കാരം 100% ഉണ്ട്, സക്കാത്ത് 50% ഉള്ളൂ. പ്രിയപ്പെട്ട, നിസ്കാരം പോലും സ്വീകരിക്കൂല. ചിന്തിക്കണം. ആർക്കായതിൽ ഗൗരവമുള്ളത്? മുഅ്മിനീങ്ങളാരാണ്? സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്. 20 മിസ്കാൽ സ്വർണമുണ്ടെങ്കിൽ, 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ, അത് കയ്യിലിരിപ്പായിട്ട് 1 വർഷം തികഞ്ഞു കഴിഞ്ഞാൽ 2% പാവങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 595 ഗ്രാം വെള്ളിയുണ്ടെങ്കിൽ പാവങ്ങൾക്ക് 2% കൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ നിസാബിൽ ആദ്യമെത്തുന്നത് ഏതാണോ ആദ്യമുള്ളത് അത്രയും എത്തുന്നു നമ്മുടെ കയ്യിലുള്ള പൈസയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പൈസയുടെ 2% പാവങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കച്ചവടത്തിന്റെ മുതൽ അത് കൃത്യമായി സ്റ്റോക്കെടുത്തിട്ട് ചന്ദ്രവർഷം പൂർത്തിയാകുന്ന ആ ദിവസത്തിൽ കൃത്യമായി സ്റ്റോക്കെടുത്തിട്ട്, പ്രിയപ്പെട്ടവരെ, അതിന്റെ 2% പാവങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ സക്കാത്തിന്റെ മുതൽ പാവങ്ങൾക്ക് കൊടുക്കാതെ അത് ഭക്ഷിച്ചാൽ മാരകമായ അസുഖങ്ങൾ വരും. ആ പൈസ കൊണ്ട് വസ്ത്രം വാങ്ങി നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരാ മുഅ്മിൻ? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വൈലുൽ ലിൽ അഗ്നിയാ. സമ്പന്നർക്കാണ് നരകമെന്ന് മുഹമ്മദുൽ മുസ്തഫ. ആരാണ് ഈ സമ്പന്നർ? അല്ലദീ, ഒരു സമ്പന്നനാണ്, യംനഉഹുൽ ഫുഖറാ. പാവങ്ങളുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന സക്കാത്ത് കൊടുക്കാത്ത സമ്പന്നൻ. അല്ലാഹുവേ, അത് റമദാൻ മാസം വരുമ്പോ കുറച്ച് പൈസ കിട്ടി ആർക്കെങ്കിലും കൊടുത്തതുകൊണ്ടൊന്നും സക്കാത്ത് കൂടൂല. കൃത്യമായി അതിന്റെ കണക്കെടുത്ത് അതിന്റെ അളവ് തിട്ടപ്പെടുത്തിയിട്ട് കൊടുക്കണം. അപ്പോഴേ സക്കാത്തായിട്ട് കൂടുള്ളൂ. സക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒരു ഇബാദത്താകുമ്പോ അതിന്റെ ഷർത്തും ഫർളൊക്കെ യോജിക്കണമല്ലോ. നിസ്കാരം മഖ്ബൂലാകണം എന്ന് പലരും പറയും. മഖ്ബൂലും മബ്റൂറായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കണമെന്ന് പലരും പറയാറുണ്ട്. മഖ്ബൂലാകണമെങ്കിൽ ആ ഇബാദത്ത് സഹീഹാകണം. സഹീഹാകണമെങ്കിൽ അതിന്റെ ഷർത്തും ഫർളൊക്കെ ശരിയാകണം. നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നിസ്കാരത്തിന്റെ സിഹ്ഹത്തുണ്ടാകണം. നിസ്കാരം സഹീഹാകണമെങ്കിൽ ഷർത്തും ഫർളൊക്കെ ക്ലിയർ ആകണം. അതുപോലെ തന്നെ സക്കാത്തിനും അങ്ങനെ വേണം. കുറച്ച് പൈസ കൊടുത്താൽ പ്രിയപ്പെട്ടവരത് സഹീഹാകണമെന്നില്ല, അത് സ്വീകരിക്കപ്പെടണമെന്നില്ല, അപ്പോൾ അവൻ മുഅ്മിനാകണമെന്നില്ല. അല്ലാഹു വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ.
പിന്നെയും പറയുന്നു വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ എന്ന് പറഞ്ഞ പടച്ചിറബ്, സകാത്തിനെ കൊടുത്തു വീട്ടുന്നവൻ എന്ന് പറഞ്ഞ പടച്ചിറബ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവർ. മുഖ്യസ്ഥാനത്ത് സൂക്ഷിച്ചാൽ സ്വർഗ്ഗം ഉറപ്പ് കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്ന് 60% പുരുഷന്മാർ പരസ്ത്രീ ബന്ധമുള്ളവരാണത്രേ, 50% സ്ത്രീകൾ പരപുരുഷ ബന്ധമുള്ളവരാണത്രേ. വ്യഭിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാൽക്കാലികൾ ഇണചേരുന്നത് പോലെ നടുറോട്ടിൽ ഇണചേരുന്ന ഒരു കാലം വരും. അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് 14 മുമ്പ് നമ്മുടെ കണ്ണിലുണ്ണിയായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് വർദ്ധിച്ചില്ലേ പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തിന്റെ ആളുകൾക്ക്? അവർക്കായി ഇന്ന് ജനങ്ങൾക്കിടയിൽ സീറ്റുള്ളത്. ക്യാമ്പസുകളിൽ വ്യഭിചാരത്തിന്റെ ശാലകളായി മാറി. ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ്സുകളിലും വ്യഭിചാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സ്വഭാവനത്തെയുണ്ടായി. രക്ഷിക്കട്ടെ. ക്യാമ്പസുകളിൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ അതിൽ ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ കൂടെ ഡേറ്റിംഗ് നടത്തുക, അതൊരു ഫാഷനായി മാറി. അഥവാ വിവാഹത്തിന്റെ മുമ്പ് തന്നെ വിവാഹിതരെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്ന അനാവശ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വൃത്തികെട്ട മനുഷ്യനെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറി. മുഅ്മിനീങ്ങളാണോ? നാളെ നരകത്തിൽ ഒരു ചുവന്ന തെരുവുണ്ടത്രേ, തീ അഗ്നിഗോളം കൊണ്ടുള്ള ചുവന്ന തെരുവ്. അതാർക്കാണെന്നറിയുക? അത് പ്രിയപ്പെട്ടവരെ വിചാരികൾക്കുള്ളതാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അതുകൊണ്ട് മുഖ്യസ്ഥാനം സൂക്ഷിക്കുന്നവരായാൽ പുണ്യ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു, വസാമത്ത് ശഹ്റഹാ, അതുപോലെ തന്നെ അവളുടെ മാസത്തിൽ അവൾ നോമ്പെടുത്തു, വഅതാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചു, വഹഫിലത്ത് ഫർജഹാ, അവളുടെ മുഖ്യസ്ഥാനം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദഖലത്ത് ജന്നത റബ്ബിഹാ, അവളുടെ രക്ഷിതാവിന്റെ സ്വർഗ്ഗത്തിൽ അവൾ പ്രവേശിച്ചു കഴിഞ്ഞോ. സ്വന്തം ഭർത്താവുണ്ടായിട്ടും ഏതെങ്കിലും പുരുഷന്മാരെ കൂടെ ഇറങ്ങി ഓടുന്നവരില്ലേ? നല്ല ഭാര്യയുണ്ടായിട്ടും ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ കിടപ്പറ പങ്കിടുന്നവരില്ലേ? സ്വർഗം സ്വപ്നം കാണേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. നാളെ നരകത്തിൽ കിടന്ന് മറിയുന്ന യുവതി യുവാക്കൾക്ക് നല്ല സ്വാദിഷ്ടമായ നല്ല രുചിയൂറുന്ന മാംസം കൊണ്ടുവരുമ്പോ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാതെ വൃത്തികെട്ട മലിനമായ വാസനിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ മാംസം അവർ വാരി വലിച്ചു കഴിക്കുമത്രേ. ഇതാരെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയുകയാണ്, നല്ല ഭാര്യമാരുണ്ടായിട്ട് അവരിലേക്ക് ചെല്ലാതെ, നല്ല ഭർത്താക്കന്മാരുണ്ടായിട്ട് അവരെ ആസ്വദിക്കാതെ അന്യ പുരുഷന്മാരെ കൂടെ അന്യ സ്ത്രീകളെ കൂടെ കിടപ്പറ പങ്കിട്ടവർക്ക് നരകത്തിൽ ശാശ്വതമായി ലഭിക്കുന്ന, ഒരിക്കലും മറ്റമില്ലാതെ ലഭിക്കുന്ന ഏറ്റവും അപകടമേറിയ ശിക്ഷയാണെന്ന് ലോകത്തിന്റെ നായകർ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. കാലഘട്ടം വളരെ മോശമായി വരിക. എന്തുകൊണ്ടാണെന്ന് പെൺകുട്ടികൾ ഒളിച്ചോടുന്നത്? വിശ്വാസത്തിന്റെ പ്രഭ അവരുടെ ജീവിതത്തിലില്ല. അത് കൊടുക്കേണ്ടവർ കൊടുത്തില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കാനുള്ള ഈമാനികമായ പ്രഭ അവരിലില്ല. അവർ കണ്ടുപിടിച്ചത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ മാതാപിതാക്കളെ എല്ലാം കണ്ടുപിടിച്ചു. സീരിയലുകൾക്കും സിനിമകൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന, ഒളിച്ചോട്ടത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അഭിനയങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോ കൂടെ ഇരുന്ന് കണ്ടു, അവരെ കണ്ടുപിടിച്ചു. എന്നാൽ നമ്മുടെ പൂർവികർ അങ്ങനെയല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ അനാവശ്യമായി ഒന്നും സംസാരിച്ചിരുന്നില്ല. ഒരു സൂറത്തുൽ മുൽക്കോതും. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു? വിശുദ്ധ ഖുർആനിൽ അധ്യായമുണ്ട്, 30 ആയത്തുകളുള്ള അധ്യായമാണ്. ഞാനൊന്നും ഓതാറുണ്ട്. സാലിഹൻ വെറുതെ വിളിച്ചു പറയുകയല്ല, ലോകത്തിന്റെ നായകർ പറഞ്ഞത് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ഞാനൊന്നും ഓതാറുണ്ട്. അത് ഖബറിൽ ശുപാർശകനാണ്. ഇന്നഹാ ശാഫിയാ വ ഇന്നഹാ മുൻജിയാ, എല്ലാ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. ഇത് ഓതിയിരുന്ന വീടുകളിൽ ഇന്ന സമയത്ത് എന്താ ഈമാനിക പ്രഭയുണ്ടോ? എന്തുകൊണ്ടാ മക്കൾ വ്യഭിചരിക്കുന്നത്? എന്തുകൊണ്ടാ മക്കള് അധർമ്മകാരികളാകുന്നത്? എന്തുകൊണ്ടാ മക്കൾ മദ്യത്തിനിടിമകളാകുന്നത്? എന്തുകൊണ്ടാ മക്കൾ പറഞ്ഞതനുസരിക്കാതെ വരുന്നത്? ഈമാനികമായ പ്രഭ ഇല്ലാതെയായിപ്പോയി. അത് കൊടുക്കേണ്ടവർ കൊടുക്കാതെയായിപ്പോയി. നോക്കൂ, നിങ്ങളെ പ്രാർത്ഥന എന്താ? റബ്ബനാ, അവരിങ്ങനെ പ്രാർത്ഥിക്കുമത്രേ,
അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്ര റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. എന്നിട്ട് പ്രാർത്ഥിക്കും വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ ഏറ്റവും നല്ല ഭക്തന്മാർക്ക് നായകന്മാരാക്കണം. എന്താ അർത്ഥം? ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കണം ഞങ്ങളെ. ഇത് ഞങ്ങളെ കണ്ടവർ പഠിക്കണം. അപ്പൊ കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന ഉറപ്പാ. ഇന്ന് മുത്തഖീങ്ങൾക്ക് ഇമാമാണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരങ്ങളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇന്ന് അധാർമിക മേഖലകൾ വർദ്ധിച്ചു, ഈമാനികമായ പ്രഭ ഇല്ലാതെയായി? നമുക്ക് തിരിച്ചു വരാം. ഈമാനികമായ ആവേശത്തിന്റെ ആഹ്ലാദത്തിന്റെ ഏറ്റവും വലിയ പ്രഭയിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവർക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ ഔലിയാക്കളോ അല്ലാഹുവിലേക്ക് അടുത്തപ്പോ, അല്ലാഹുവിനെ വഴിപ്പെട്ടപ്പോ, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചപ്പോ അവരെ കണ്ണുകൾ അല്ലാഹു ആയില്ലേ, അവരെ കാലുകൾ അല്ലാഹു ആയില്ലേ, അവരെ കൈകൾ അല്ലാഹു ആയില്ലേ, അവരെ കാലുകൾ അല്ലാഹു ആയില്ലേ, അവർക്കെല്ലാം അല്ലാഹു ഒരുക്കി കൊടുത്തില്ലേ? മൻ ഖാഫല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, ഖാഫല്ലാഹു മൻ ഖാഫല്ലാഹ്, അല്ലാഹുവിനെ ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധ റസൂൽ പറയുന്നു യഖാഫുക കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും പിന്നെ അവനെ ഭയപ്പെടുന്നതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് മഹാനായ ശൈഖ് ഹമദാൻ തങ്ങൾ കടന്നു വന്നത് എന്തുകൊണ്ടാണ്? ഇന്നും മഹാനവകൾ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മഹാനായ ശൈഖ് ഹമദാനി തങ്ങൾ ഈ പ്രദേശവുമായി ബന്ധമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടറിയാം. ഞാൻ കൈപ്പമംഗലം പ്രിയപ്പെട്ടവരെ അവിടുത്തെ മഹ്ബറയിലെ ആ മഖബറയിൽ ചെന്ന് ഒരുപാട് തവണ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു അനുഭൂതിയുള്ള മഹാജീവിതത്തിന്റെ ഉടമയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ പ്രഭ ഈ സമൂഹത്തിന് ഇട്ടേച്ചു പോയി. ആ പ്രഭ കാണിച്ചു കൊടുത്തു. ഇന്നും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടിട്ടോ, ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് മാറി നിന്നിട്ടോ, ഭൗതിക സുഖാഡംബരങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടോ പരലോക ജീവിതത്തിന്റെ അനുഗ്രഹീതമായ വിജയത്തിന് വേണ്ടി ജീവിതം ക്രമീകരിച്ചാൽ ഫഇന്നൽ ജന്നത, അവർക്കുള്ള പ്രതീക്ഷ കൊടുക്കുകയാണ്. അവർക്കാണ് സ്വർഗമുള്ളത്. ഹിയൽ മഅവാ, അവർക്കാണ് സ്വർഗം അഭയസ്ഥാനമായി അല്ലാഹു ഒരുക്കി കൊടുക്കുന്നതോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധ റസൂൽ ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു നിസ്കാരത്തിൽ ഭക്തി വേണം, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, സകാത്ത് കൃത്യമായി കൊടുത്തുവിട്ടണം, മുഖ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണം, നിസ്കാരം പതിവായി നിലനിർത്തിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ആയാൽ സ്വർഗം അന്തരെടുക്കാന്ന് പറഞ്ഞു. സുലായുധങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളാകണോ മുഅ്മിനാണോ എന്ന് പരിശോധിക്കാൻ ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമാ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവോ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന്. വിശ്വാസിയാണോ കുടുംബത്തിൽ വിള്ളലുണ്ടാവില്ല? ചിന്തിക്കണം. വിശ്വാസത്തിന്റെ ഭാഗമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. വിശ്വാസിയാണോ കുടുംബത്തിൽ വിള്ളലുണ്ടാവില്ല? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുടുംബത്തിൽ അകൽച്ചയാണ് എന്തിന് സ്വത്ത് തർക്കത്തിന്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഭൗതിക കാരണങ്ങൾക്ക് വേണ്ടി വിശ്വാസി ഒരിക്കലും പണങ്ങൂല. ആരെങ്കിലും പറയാൻ കഴിയും ഞാൻ എന്റെ കുടുംബത്തിൽ ആരോട് അകൽച്ചയില്ല? പിന്നെയും റസൂൽ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരി, അയൽവാസിയിലേക്ക് നന്മ ചെയ്യുന്നവനാണ് വിശ്വാസി. ചിന്തിക്കും പ്രിയപ്പെട്ടവരെ, അയൽവാസിയെ ഒരു നിലക്ക് ഉപദ്രവിക്കരുത്. റസൂൽ 3 രീതിയിലുള്ള കടപ്പാട് പറയാ. അയൽവാസിയെ ഒരു നിലക്ക് ഉപദ്രവിക്കരുത്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക, വ്യഭിചാരത്തിന്റെ ശിക്ഷ അറിയോ എന്ന് ചോദിച്ചപ്പോ സഹാബാക്കൾ പേടിച്ചു പോയി. റസൂൽ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ സഹാബാക്കൾ ഒരുപാട് വലിയ പേടിയിൽ അകപ്പെട്ടു. എന്നിട്ട് ചോദിക്കുക, അയൽവാസിയെ വ്യഭിചരിച്ചാൽ ശിക്ഷ നിങ്ങൾക്കറിയോ? 10 തവണ വ്യഭിചരിച്ച ശിക്ഷയാണ്. അയൽവാസി ഒരു നിലക്ക് ഉപദ്രവിക്കരുത്. അയൽവാസിയുടെ വീട്ടിൽ മോഷ്ടിച്ചാൽ 10 തവണ മോഷ്ടിച്ച ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, അയൽവാസികളെ ഒരു നിലക്കും ഉപദ്രവിക്കരുത്. അയൽവാസിക്കെതിരെ വരുന്ന ഉപദ്രവങ്ങളെ നിങ്ങൾ തടയണം. അപ്രകാരം തന്നെ അയൽവാസിയോടുള്ള ഇടപഴക്കത്തിലും പെരുമാറ്റത്തിലും വിട്ടുവീഴ്ച ചെയ്യണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ല. ഒരുപാട് വിശ്വാസിയുടെ സ്വഭാവങ്ങളെ പറയുന്നു.
അവിടുന്ന് പറയുന്നു അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കണ്ണാടിയാണ്. എന്ത് അത്ഭുതമാണ്! കണ്ണാടി എന്താ മനുഷ്യന് നൽകുന്നത്? കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ കണ്ണാടി ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ന്യൂനത, നമ്മൾ ആ ന്യൂനതകളൊക്കെ ഇല്ലാതാക്കും. പിന്നെ കണ്ണാടിയുടെ മുന്നിൽ കുറച്ച് ഇരുന്ന് നിന്നാൽ കണ്ണാടി പറയും വളരെ നന്നായിട്ടുണ്ട്, വെരി ഗുഡ് ആയിട്ടുണ്ട് അല്ലേ. എന്നാൽ കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ പോകുന്നതിന് ശേഷം വേറെ ആൾ ചെന്ന് നിന്നു, കണ്ണാടി ഒരിക്കലും നമ്മളെ കുറ്റം പറയില്ല. ആ മനുഷ്യന്റെ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യന്റെ കുറ്റം നമ്മളോടും പറയില്ല, നമ്മുടെ കുറ്റം അവരോടും പറയില്ല. കണ്ണാടി പിന്നെ കുറ്റം ഇങ്ങനെ മനസ്സിലെടുത്ത് വെക്കൂല, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. പറഞ്ഞു തരും, ബോധ്യപ്പെടുത്തി തരും. ഇതാണ് ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണോ? ഒരാളൊരു ന്യൂനത കിട്ടിയാൽ എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിന് മാഞ്ഞു പോകില്ല. പിന്നെ അയാള് പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ റസൂൽ പറയാ തൗബ ചെയ്യണ മനുഷ്യൻ അഥവാ പശ്ചാത്തപിച്ച മനുഷ്യൻ ദോഷമില്ലാത്തതുപോലെയാണ്. നമ്മളോ നമ്മുടെ ഇടയിൽ ഒരാൾ ചെറുപ്പത്തിൽ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്, എത്ര വർഷം കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ? അയാൾ നല്ല നിസ്കാരക്കാരനാണെങ്കിലും അയാളെ ചെറുപ്പത്തിൽ കക്കാൻ പോയി നാളെ നമ്മൾ പറയില്ലേ? ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ, എത്ര നല്ല മനുഷ്യനാണെങ്കിലും അള്ളാഹു പാപം പുറത്തു കൊടുക്കുന്ന, അള്ളാഹു ഡിലീറ്റ് ചെയ്ത് കളയുന്ന തൗബ ചെയ്തത് സ്വീകരിച്ച ദോഷമില്ലാത്തവനെ പോലെയാണ്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കുമ്പോ കണ്ണാടിയുടെ സ്വഭാവം നമുക്കില്ല. നമ്മൾ മുഅ്മിനീങ്ങളല്ല. പിന്നെയും റസൂൽ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലത് മാത്രം സംസാരിക്കല്ലേ, മിണ്ടാതിരിക്കുക. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. നമ്മളോ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് ഒരു കാര്യം പറയുമ്പോൾ 10 വട്ടം ചിന്തിക്കും, ഇതിൽ നന്മ ഉണ്ടോ ഇല്ലേ എന്ന്, എന്നിട്ടേ പറയുള്ളൂ. എന്നാൽ മുഅ്മിനീങ്ങൾ അല്ലാത്തൊരു സ്വഭാവം എന്താ പറയുക? പറഞ്ഞതിന് ശേഷം ചിന്തിക്കുള്ളൂ, പടച്ചോനെ പൊട്ടത്തരായല്ലോ എന്ന്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, നമ്മളെ വാക്കിങ്ങനെ. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിൽ ഒന്നാമത്തെ ഖുതുബ അവസാനിക്കുമ്പോൾ ഉസ്താദ് പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നല്ലത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അഥവാ തെളിഞ്ഞ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അമലുകളെ അത് നന്നാക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങളെ അത് പുറത്തു തരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിശ്വാസികളുടെ ഒരുപാട് സ്വഭാവ വിശേഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക. ഖുർആനും ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. എല്ലാം പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിമിതമായ വിജ്ഞാനം കൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ട്. അവർക്ക് സ്വർഗ്ഗം ഉറപ്പിച്ച് തറപ്പിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വാഗ്ദാനം നൽകുകയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അങ്ങനെ പറഞ്ഞ് സമയം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയം ദീർഘമായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനികളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നന്മയുടെ വിശ്വാസം ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ആ വിശ്വാസികളുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ജീവിതത്തിൽ പകർത്തിയിട്ട് ഏറ്റവും നല്ല പ്രതീക്ഷയ്ക്ക് വക നേടാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ചെറുവാളൂർ ഉസ്താദിന്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുടെ സദസ്സും അതുപോലെ തന്നെ നമ്മുടെ നേതാവ് സിത്താർ പെന്തല്ലൂരിന്റെ അനുഗ്രഹീതമായ പ്രഭാഷണവും ഇവിടെ നടക്കുമ്പോൾ നിങ്ങളൊക്കെ നേരത്തെ വന്ന് പങ്കെടുക്കണമെന്ന് കൂടി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 7 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത